നമസ്തേ പുത്തൻപള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സുരജ്. ഞാൻ നിഖിൽ കുമാർ. അനു, ഇന്നൊരു പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് കിടക്കുകയാണ്. മാത്രമല്ല, അതിന് മുൻപ് നിഖിലിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കാൻ വരുന്നത് എന്താണെന്നറിയോ? ഈ രാജ്യത്തെ ഭാരതത്തിലെ എല്ലാ കായിക താരങ്ങൾക്കും സുഖമല്ലേ എന്നുള്ളതാണ്. സുഖം തന്നെയാണ്, എല്ലാ കായിക താരങ്ങൾക്കും സുഖം തന്നെയാണ്. പക്ഷെ ഇന്ന് അതല്ല പറയാൻ വന്നത്. അതെ, ഇന്ന് സ്പോർട്സ് പറയാനല്ല വന്ന്, ഇന്ന് പുത്തൻപള്ളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒത്തിരി വാർത്തകളുള്ള ദിവസമാണ്. ഇന്ന് പുതിയ വർഷത്തിലെ രണ്ടാമത്തെ ദിവസമാണ്, ജനുവരി 2 ഇന്ന് മന്നൻ ജയന്തിയാണ്. കുറേ അധികം വാർത്തകൾ വരാനിരിക്കുന്നുണ്ട്. കലോത്സവം ഇങ്ങ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. എല്ലാം അനന്തപുരിയിൽ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം വാർത്തകളുണ്ട്. അപ്പം എന്തായാലും നമുക്ക് തലക്കെട്ടാണല്ലേ. അമേരിക്കയിൽ പുതുവത്സര ആഘോഷത്തിനിടെ ഭീകരാക്രമണം. ന്യൂയോർലൻസിൽ ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് കാർ ഇടിച്ചു കയറ്റി 15 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. അക്രമിയെ വധിച്ചതായി പോലീസ്. കണ്ണൂർ വളക്കയിലെ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവറുടെ വാദം പൊളിയുന്നു. ബസ്സിന് ബ്രേക്ക് നഷ്ടമായെന്ന വാദം തള്ളി മോട്ടോർ വാഹന വകുപ്പ്. ബസ്സിന് യന്ത്രത്തകരാറില്ലെന്നും കണ്ടെത്തൽ. മരിച്ച നേതിയുടെ സംസ്കാരം ഇന്ന്. സനാതനധർമ്മ പരാമർശത്തിൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള പിണറായിയുടെ നീക്കത്തിൽ പ്രതിഷേധം ശക്തം. വിവാദങ്ങൾക്ക് മറുപടി പറയാൻ വെള്ളാപ്പള്ളി നടേശൻ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ രാവിലെ രാജ്ഭവനിൽ. ചടങ്ങിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും. വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടെ അർലേക്കറുടെ നിലപാട് നിർണായകം. നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ഇന്ന്. പെരുന്നയിൽ വിപുലമായ പരിപാടികൾ. ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ പ്രതികൾക്ക് കുരുക്ക് മുറുകുന്നു. മൃദംഗ വിഷൻ പ്രൊപ്പറേറ്റർ നികോഷ് കുമാറിന്റെ അറസ്റ്റിന് നീക്കം. നികോഷ് ഇന്ന് പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരായേക്കും. നടപടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ആഴ്സണലിന് തകർപ്പൻ ജയം. ബ്രെൻഫോർഡിനെ തകർത്തത് 1-3 ഗോളിന്. ഇന്ത്യ ഓസ്ട്രേലിയ 5ാം ടെസ്റ്റ് നാളെ മുതൽ സിഡ്നിയിൽ. ഫൈനൽ സാധ്യത ഉറപ്പാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. ഇനി നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ശബരിമലയിലേക്ക് തന്നെ പോകാം അല്ലേ. അപ്പോൾ ഈ ശബരിമല വാർത്തയിലേക്കാണ്. ശരണമൻ്റെ അയ്യപ്പ. ശരണമൻ്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. ശബരിമലയിലേക്ക് എത്തും മുമ്പ് നമുക്കറിയാം, നമ്മൾ തലക്കെട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. കാരണം മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ദിനമാണ് ഇന്ന്. എന്തായാലും പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. പെരുന്നയിൽ
ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. മനത്ത് പത്മനാഭൻ്റെ 148-ാം ജയന്തി ദിനാഘോഷം. അതിൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന അർപ്പിച്ചാണ് ഇന്നത്തെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നത്. 10:30-നാണ് ജയന്തി സമ്മേളനം നടക്കുക. വാർത്തകളിൽ ഇടം പിടിച്ച ഒരുപക്ഷെ ഉദ്ഘാടന ദിനം കൂടിയായിരിക്കും ഇന്ന്. കാരണം അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. നിഖിൽ, രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനത്തിന് എത്തുക എന്നുള്ളത്. മുൻപ് രമേശ് ചെന്നിത്തലയെ കുറിച്ച് ജി സുകുമാരൻ നായർ പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. അതിനുശേഷം വീണ്ടും രമേശ് ചെന്നിത്തല പെരുന്നയിൽ അതിഥിയായി എത്തുന്നു എന്നൊരു സവിശേഷത കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു ജയന്തി സമ്മേളനത്തിന് അങ്ങനെ രമേശ് ചെന്നിത്തല 10:30 ഈ ഒരു ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് സമുദായ പ്രവർത്തകരാണ് പെരുന്നയിലേക്ക് എത്തിയിട്ടുള്ളത്. പെരുന്നയിൽ ഇന്നലെ വിപുലമായ പരിപാടികളാണ്, വിപുലമായ ആഘോഷ പരിപാടികളൊക്കെയാണ് പെരുന്നയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നു. മന്നം ജയന്തി പെരുന്നയിലെ ആഘോഷങ്ങൾ ആരംഭിക്കുമ്പോൾ ഇത്തവണത്തെ എന്തൊക്കെ പരിപാടികളാണ് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെയോടുകൂടി ഇവിടെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം നമ്മൾ തന്നെ സൂചിപ്പിക്കേണ്ട ഇന്നലെയും ഇന്നുമായിട്ടാണ് വിവിധ പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്തിരുന്നതും. NSS ആസ്ഥാനത്തെ സ്കൂൾ മൈതാനിയിൽ തയ്യാറാക്കിയ മന്നം നഗറിൽ കോളേജിൻ്റെയും മൈതാനിൽ, കാരണം ഞാൻ പറയാൻ കാര്യം ഞാൻ പഠിച്ചത് അവിടെയാണ്, പെരുന്നയിൽ NSS കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമുക്ക് ആ കോളേജിൻ്റെ ഗ്രൗണ്ടും കോളേജിൻ്റെ എല്ലാം അവിടെ എല്ലാം ക്ലാസ് മുറികളും എല്ലാം ഈ മന്നം ജയന്തി ആഘോഷങ്ങൾക്കായിട്ട് ഈ 2 ദിവസം ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഈ സ്കൂള് കോളേജ് എല്ലാം ഒരേ ഇതിൽ തന്നെയാണ്, കോമ്പൗണ്ടിൽ തന്നെ വിപുലമായ റോഡ് സൈഡിലുള്ള പെരുന്നയിലെ റോഡ് സൈഡിലാണ് ഈ ഒരു NSSൻ്റെ കോമ്പൗണ്ട് മുഴുവനുള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നു മിഥുൻ മുരളി ഇപ്പോൾ പെരുന്നയിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ഇന്നത്തെ പ്രധാന പരിപാടികൾ എപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്? രാവിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടക്കുകയുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. മന്നം സമാധിയിൽ ഇപ്പോൾ പുഷ്പാർച്ചന തുടങ്ങിയിട്ടുണ്ട്. പുഷ്പാർച്ചനയോട് കൂടിയാണ് ഇന്നത്തെ മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമാക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ, ട്രഷറർ NV അയ്യപ്പപിള്ള തുടങ്ങിയവരടക്കമുള്ള സമുദായ നേതാക്കൾ ഇപ്പോൾ മന്നം സമാധിയിലേക്ക് എത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമുദായ ആചാര്യന്, നവോത്ഥാന കേരള നായകന് പുഷ്പാർച്ചനയോടുകൂടി തന്നെ ഈ ജയന്തി ദിനത്തിൽ ഇവിടുത്തെ ആഘോഷ പരിപാടികൾക്ക്, NSS ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. സമുദായ അംഗങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, പുഷ്പാർച്ചന അദ്ദേഹത്തിന് അർപ്പിക്കുന്നുണ്ട്. ഇനി രാവിലെ 10:30 ജയന്തി സമ്മേളനം ആരംഭിക്കും. ജയന്തി സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല MLA ആണ് ഉദ്ഘാടനം ചെയ്യുക. NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ അധ്യക്ഷത വഹിക്കും. K ഫ്രാൻസിസ് ജോർജ് MP അനുസ്മരണ പ്രഭാഷണം നടത്തും. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ, ട്രഷറർ NV അയ്യപ്പപിള്ള തുടങ്ങിയവർ സംസാരിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ജയന്തി ആഘോഷങ്ങളിലേക്ക് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സമുദായ അംഗങ്ങൾ, പ്രതിനിധികൾ എല്ലാം എത്തുകയാണ്. ഇന്ന് രാവിലത്തെ ചടങ്ങുകൾക്ക്, ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പ്രധാന ചടങ്ങായിട്ടുള്ള പുഷ്പാർച്ചന ഇപ്പോൾ ഈ മന്നം സമാധിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്, നായർ സർവീസ് സൊസൈറ്റിയുടെ സമുദായ ആചാര്യന് പുഷ്പാർച്ചനയും നൽകിക്കൊണ്ട് ഈ ആഘോഷ പരിപാടികൾക്ക്, ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വർണ്ണാഭമായിട്ടുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് 148-ാം മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് NSS ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്ന വിപുലമായ പരിപാടികളായിരുന്നു ഇന്നുമായിട്ട് നടക്കുന്നത്. ഇന്നലെ അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം പൂർത്തിയായി. ഇന്ന് പൊതുസമ്മേളനമുണ്ട്. രാവിലെ 10:30 നടക്കുന്ന പൊതുസമ്മേളനം ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികളിൽ, ചടങ്ങുകളിൽ, ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് ഇതാണ്. ഇപ്പോൾ ഈ പ്രതിനിധികളെല്ലാം, സമുദായ പ്രതിനിധികൾ അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സമുദായ അംഗങ്ങൾ ഉൾപ്പെടെ, വിവിധ സമുദായ പ്രതിനിധികൾ, നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇവിടെയുണ്ട്. ഈ ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി തുടർന്നുള്ള പരിപാടികൾ 10:30 ആരംഭിക്കും. പ്രധാനപ്പെട്ട നേതാക്കളും സമുദായ അംഗങ്ങളുമെല്ലാം ഇപ്പോൾ ഇവിടെയുള്ള ഈ മന്നം സമാധിയിൽ പുഷ്പാർച്ചന സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം ഉള്ളിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. മന്നം സമാധിയുടെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്.
പ്രധാന ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിപുലമായ പരിപാടികൾ 2 ദിവസമായി നടക്കുന്ന വിപുലമായ പരിപാടികൾ, ആ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള 148 മന്നം ജയന്തി ഏറ്റവും വിപുലമായി തന്നെ ആഘോഷിക്കപ്പെടുകയാണ്. ഇവിടെ കേരള നവോത്ഥാനത്തിൻ്റെയും ഒപ്പം നായർ സമുദായത്തിൻ്റെയും നായർ സർവീസ് സൊസൈറ്റി എന്ന ആ ഒരു നായർ സമുദായത്തിൻ്റെ സംഘടനയുടെ മഹത്തായ ആ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും ഒപ്പം ആ സമുദായത്തിൻ്റെ വളർച്ചയ്ക്കും സമുദായ വളർച്ചയോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പുരോഗതിക്കുമൊക്കെ ഏറെ നിർണായകമായിട്ടുള്ള കരങ്ങൾ വഹിച്ച അദ്ദേഹത്തിൻ്റെ ജന്മദിനം 148 ജയന്തി ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പുഷ്പാർച്ചന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ സമയം, ഏതാനും സമയം ഈ സമുദായ അംഗങ്ങൾക്കും വിവിധ നേതാക്കന്മാർക്കുമെല്ലാം ഇവിടെ എത്തി പുഷ്പാർച്ചന സമർപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഈ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ 10:30 കൂടിയാണ് പ്രധാനപ്പെട്ട പരിപാടിയായിട്ടുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നത്. എന്തായാലും ഇവിടെ പുഷ്പാർച്ചന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമുദായങ്ങളും വിവിധ നേതാക്കളും എല്ലാം എത്തി പുഷ്പാർച്ചനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അനു, തീർച്ചയായും എന്തായാലും ഇന്നലെ ആരംഭിച്ച മന്നം ജയന്തി ആഘോഷമാണ് ഇന്നും തുടരുന്നത്. പെരുന്നയിൽ ചടങ്ങുകൾ രാവിലെ പുഷ്പാർച്ചന അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. വിപുലമായ ആഘോഷ പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അനു പറയാമെന്ന് പറഞ്ഞു. അല്ല, വിവിധ ആഘോഷ പരിപാടികളുടെ ഈ പട്ടിക ഉണ്ടായിരുന്നു ഇന്നത്തെ. അതിൽ ഏറ്റവും പ്രധാനം ഇന്നത്തെ ദിവസത്തെ ഉദ്ഘാടനം, ജയന്തി സമ്മേളന ഉദ്ഘാടനം തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം ഒരു പതിറ്റാണ്ടത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ പിണക്കം മറന്ന് രമേശ് ചെന്നിത്തല അവിടേക്ക് എത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. മന്ത്രിമാർക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും ക്ഷണമില്ല എന്നത് കൂടി ഓർക്കുക. മുൻപുണ്ടായിരുന്ന ഒരു താക്കോൽ സ്ഥാന പരാമർശം അതാണ് എത്രത്തോളം വിവാദമായി. പിന്നെ രമേശ് ചെന്നിത്തലയുമായുള്ള NSS ബന്ധം ചെറിയ രീതിയിലൊക്കെ വഷളാവുന്നു. പിന്നീട് അവിടെ നിന്ന് ഇപ്പോഴാണ് എന്തായാലും രമേശ് ചെന്നിത്തല വീണ്ടും NSSന്റെ ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. എന്നൊരു പ്രത്യേകത ഉണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് പിന്നാലെ പോലും ഇതേക്കുറിച്ച് കൂടുതൽ പരാമർശങ്ങൾ, വിവിധ പ്രസ്താവനകളൊക്കെ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് കൂടി ഓർക്കുക. അതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ഒരു പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തിയ പരാമർശങ്ങളായിരിക്കും. ഈ ഒരു ക്ഷണത്തിന് പിന്നാലെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ഒരു പടി കൂടി കടന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട്. അതിന്മേലുള്ള പ്രസ്താവനകൾ അത് വിവാദമാകുന്നു. എത്രത്തോളമാണ് അത് പിന്നീട് വലിച്ചിഴക്കപ്പെട്ടത് എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ സമീപകാലത്തായി വാർത്തകളിൽ ഇടം പിടിച്ചതുമാണ്. എന്നാലും തിരികെ ഇന്നത്തെ ആഘോഷ പരിപാടികളിലേക്ക് തന്നെ മുൻപ് എനിക്ക് തോന്നുന്നു ഒരു റിപ്പോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. മന്നത്ത് പത്മനാഭന് സമർപ്പിക്കപ്പെട്ട ഒരു സ്മാരക ക്ഷേത്രമുണ്ട് കേരളത്തിൽ. പത്തനംതിട്ട തട്ടയിലാണ് ഈ ക്ഷേത്രം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ കരയോഗം മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ചത് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്ത സ്മരണകളുടെ ചരിത്രമാണ് ഈ നാടിന് പറയാനുള്ളത്. ആചാര്യശ്രേഷ്ഠൻ ചരിത്ര നിയോഗത്തിന് തുടക്കം കുറിച്ചത് ഇവിടെയാണ്, പത്തനംതിട്ടയിലുള്ള തട്ട എന്ന പ്രദേശത്ത്. ഈ മണ്ണിൽ യുഗാചാര്യന് സമർപ്പിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഡിസംബർ 15 അന്നാണ് മന്നത്ത് പത്മനാഭൻ ആദ്യ കരയോഗം തട്ടയിൽ രൂപീകരിച്ചത്. ഇവിടെയുള്ള ഇടയേരത്ത് തറപ്പാടിന്റെ പൂമുഖത്ത് നിന്നുമായിരുന്നു ചരിത്ര ദൗത്യത്തിന് തിരിതെളിഞ്ഞത്. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തിയ ദീപം സമുദായാചാര്യൻ പൂമുഖത്തെ നിലവിളക്കിലേക്ക് പകർന്നു. അങ്ങനെ 1-ാം നമ്പർ കരയോഗത്തിന്റെ പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. വർഷങ്ങൾക്കിപ്പുറം ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ഇടയേരത്ത് കുടുംബത്തിൻ്റെതായി മന്നത്ത് പത്മനാഭന് സ്മാരക ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടു. NSS പന്തളം യൂണിയന്റെ സഹകരണത്തോടെ ഇടയേരത്ത് ട്രസ്റ്റ് 2024 ജൂലൈ 7 ക്ഷേത്രം സമർപ്പിച്ചു. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന. കരമന ശശികുമാർ സമുദായ ആചാര്യന്റെ വെങ്കല പ്രതിമയും തയ്യാറാക്കി. തട്ടയിലെ ഈ ഇടയിരത്ത് തറവാടിൻ്റെ പൂമുഖത്ത് വെച്ചാണ് ആദ്യത്തെ കരയോഗം അദ്ദേഹം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. അത് മന്നത്ത് പത്മനാഭൻ്റെ ആചാര്യൻ്റെ ജീവിതത്തിലെയും നായർ സർവീസസിൻ്റെ ചരിത്രത്തിലെയും സുപ്രധാനമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമുചിതമായ ഒരു സ്മാരകം തറവാട്ടിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരാഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്
ആദരണീയനായ നായർ സർവീസസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ സുകുമാരൻ നായർ സാറിൻ്റെ നിർദ്ദേശത്തിലും ഉപദേശത്തിലും പന്തളം NSS യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ ശിവൻകുട്ടി അവരുടെ സഹകരണത്താലും ഇപ്രകാരം ഒരു സംരംഭത്തിന്, ഒരു സ്മാരകത്തിന് രൂപം നൽകി. 1-ാം നമ്പർ കരയോഗത്തിന് പുറമെ 2ഉം 3ഉം കരയോഗങ്ങളും ഈ പ്രദേശത്ത് തന്നെയാണ് രൂപീകരിക്കപ്പെട്ടത്. 2ാം നമ്പർ കരയോഗം തട്ടയിൽ തന്നെയും 3ാമത്തേത് കൂരമ്പലയിലും. രാമായണ മാസാചരണം ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾ വിപുലമായി സ്മാരക ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. 6000-നടുത്ത് കരയോഗങ്ങൾ നായർ സർവീസ് സൊസൈറ്റിക്ക് ഇന്നുള്ളപ്പോൾ അതിനെല്ലാം തുടക്കമായതിന്റെ ചരിത്ര നിർവൃത്തിയിലാണ് ഈ നാട്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. എന്തായാലും ഈ പറഞ്ഞതുപോലെ പത്മനാഭന് വേണ്ടി ഒരു ക്ഷേത്രം അദ്ദേഹം ആദ്യമായി കരയോഗം സ്ഥാപിച്ച പത്തനംതിട്ടയിൽ, അവിടെ ഒരു ക്ഷേത്രം, അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം എന്ന പോലെ തന്നെ ഒരു ക്ഷേത്രം ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിന് വേണ്ടിയൊക്കെ നിലകൊണ്ട ഒരാൾ കൂടിയാണ് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹം കേന്ദ്രീകരിച്ചത് ഈ വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ MC റോഡ് വഴി ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും. കാരണം തിരുവനന്തപുരത്ത് MG കോളേജുണ്ട്, പന്തളത്ത് NSS കോളേജുണ്ട്, പെരുന്നയിലെത്തിയാൽ പെരുന്ന NSS കോളേജ്, സ്കൂള് എല്ലാമായിട്ട് അങ്ങനെ വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രധാനമായും പ്രവർത്തിച്ചതെന്ന് പറയാം. ഈ കോളേജുകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചതുർമുഖ ഘടികാരങ്ങളോട് കൂടിയ കോളേജുകളാണ് ഈ NSSൻ്റെ കോളേജുകളെല്ലാം. നമ്മൾ നോക്കിയാൽ ഒരു ക്ലോക്കുള്ള, ഒരു 4 വശത്തേക്കും ഫേസുള്ള ക്ലോക്കുള്ള കോളേജുകളാണ്. MG കോളേജ് ആണെങ്കിലും പന്തളം NSS ആണെങ്കിലും പെരുന്നയിലെ കോളേജാണെങ്കിലും ഇതിലെല്ലാം അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും പെരുന്നയിലെ ആഘോഷ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ആരംഭിച്ചത്. NSS സ്കൂളിന്റെ മൈതാനിയിൽ എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലേ, വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ എന്ന് പറയാം. കാരണം NSS ആസ്ഥാനം ഇരിക്കുന്നതും സ്കൂൾ ഇരിക്കുന്നതും കോളേജ്, TTC ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത് എല്ലാം ഒറ്റ ഇതിൽ തന്നെയാണ്. അപ്പോൾ അവിടെ എങ്ങനെ ആഘോഷങ്ങൾ തുടരുകയാണ്. പുഷ്പാർച്ചനയോടുകൂടി ആരംഭിച്ച ആഘോഷ പരിപാടികൾ ഇന്ന് ഉച്ചവരെ അങ്ങനെ പുരോഗമിക്കും. മറക്കരുത്, 10:30-നാണ് ഇന്നത്തെ സമ്മേളന ഉദ്ഘാടനം. അത് നമ്മൾ തത്സമയം ജനം ടിവിയിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അയ്യൻ്റെ സന്നിധിയിലേക്കാണ് എത്തുന്നത്. തുടക്കത്തിൽ എത്താനുള്ളതായിരുന്നു, പക്ഷേ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടന്നതുകൊണ്ട് അല്പം താമസിച്ചു പോയി. ഭക്തജന തിരക്ക് അവിടെയും തുടരുകയാണ്. എന്തായാലും ജനുവരി 14 ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മകരവിളക്കിന് അതിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾക്ക് കൂടിയാണ് ഇന്ന് തുടക്കമാവുന്നത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ മുതൽ കാനനപാത വഴിയുള്ള പാസ് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു എന്നതുകൂടിയാണ്. എന്തായാലും അഖിൽ പാലോട്ടുമടം അവിടെ നിന്നും ചേരുന്നുണ്ട്. അഖിൽ, ഇന്നത്തെ വിശേഷങ്ങൾ. സ്വാമി ശരണം. ശബരിമല സന്നിധാനം മകരവിളക്കിനോടനുബന്ധിച്ച് വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. 31-ാം തീയതി, അതായത് ഡിസംബർ 31-ന് ആ വർഷത്തെ ഏറ്റവും അവസാനം ദിവസം 1,48,000 പേരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. അവിടെ നിന്നും 1-ാം തീയതി ഏകദേശം അത് 75,000 90,000-ലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നീട് ആ വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പോകുന്നത്. രാവിലെ മുതലുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം 16,000-ഓളം വരുന്ന അയ്യപ്പ ഭക്തർ ഈ കഴിഞ്ഞ 4 മണിക്കൂറുകൾക്കുള്ളിൽ അയ്യനെ ദർശിച്ചു കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതലായി തന്നെ വർദ്ധിച്ചു വരും എന്ന് തന്നെയാണ് പോലീസ് അയ്യപ്പന്മാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ കണക്ക് കൂട്ടുന്നത്. അതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, ജനുവരി 14-നാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഓരോ അയ്യപ്പ ഭക്തനും വിശ്വാസത്തോടെ കാത്തിരുന്ന മകരസംക്രാന്തി പൂജയും മകരവിളക്കും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിവിധങ്ങളായ ഒരുക്കങ്ങൾക്ക് ദേവസ്വം ബോർഡ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 12-ാം തീയതിയാണ് പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ മുതൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 18-ാം പടിയുടെ അവിടെ മുതൽ തന്നെ ഇന്നും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം രാവിലെയാണ് ഇത്തരത്തിലൊരു തിരക്ക് ഉണ്ടാവുക. അത് ഉച്ചപൂജയോടടുക്കുന്ന സമയത്ത് തിരക്ക് ശകലം കുറയാറുണ്ട്. പിന്നെ വൈകുന്നേരം നട തുറക്കുന്ന സമയത്ത് ഒരു തിരക്ക് ഉണ്ടാകാറാണ് പതിവ്. എന്തായാലും രാവിലത്തെ തിരക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് തുടരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ, കാരണം ഫ്ലൈ ഓവറിലേക്ക് എത്തി ഫ്ലൈ ഓവർ കറങ്ങി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർ അവിടെ ശ്രീകോവിലിനരികിലും കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അയ്യനെ ഒരു നിമിഷമെങ്കിലും കാണുക, അയ്യന് മുമ്പിൽ തൊഴുക, അയ്യന് മുമ്പിൽ താൻ നിറച്ചു വന്ന നെയ്ത്തേങ്ങ സമർപ്പിക്കുക എന്ന ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസമാണ് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളമുള്ള അവൻ്റെ ആത്മനിർവൃതിയുടെ അല്ലെങ്കിൽ അവൻ്റെ ആത്മാരാധനയുടെ
ഏറ്റവും പുണ്യമായ കാര്യങ്ങൾ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചിരുന്നു, ഇന്നലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കുണ്ടാകുമ്പോഴും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് അധികവുമായി സന്നിധാനത്ത് ദർശനത്തിനായി ഇപ്പോൾ എത്തുന്നത്. കാരണം മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ദർശനത്തിനെത്തുക എന്നതാണ് ആന്ധ്ര, കർണാടക, തെലങ്കാന പോലുള്ള, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തർ മുഖ്യമായും വിളക്ക് തൊഴുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ പോകുന്നതും. എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം, അമ്മമാരടക്കം എല്ലാവരും അയ്യനെ കാണുന്നതിലേക്ക് വേണ്ടി, അയ്യനെ ഒരു നോക്ക് തൊഴുന്നതിലേക്ക് വേണ്ടി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് സന്നിധാനത്ത് നിന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെയാണ് നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തർക്കുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരുന്നു. അതായത് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന പാസ് മുഖേന ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർ പോലീസ് അയ്യപ്പന്മാരുമായി ഉണ്ടാകുന്ന വാക്കേറ്റങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളുടെയും ഒക്കെ തന്നെ ഭാഗമായിട്ടാണ് അത് പൂർണ്ണമായും നിരോധിക്കാൻ. കാരണം അങ്ങനെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നുള്ള കാര്യം കൂടി കണക്കിലെടുത്താണ് പൂർണ്ണമായും അത്തരത്തിലുള്ള പാസ് നിരോധിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അനു, ശരി അഖിൽ. എന്തായാലും ശബരിമല ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. ഇനി മകരവിളക്കിൻ്റെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇന്നൊരു അപകടം സംഭവിച്ചിരുന്നു. കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതേസമയം ബസ്സിന് യന്ത്രത്തകരാറില്ലെന്ന് MVയുടെ പ്രാഥമിക റിപ്പോർട്ട്. സ്കൂൾ വാഹനത്തിൻ്റെ പരിശോധനയിൽ ബ്രേക്കിന് പ്രശ്നമില്ലെന്നും കണ്ടെത്തലുണ്ട്. അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധ എന്നും പ്രാഥമിക നിഗമനമുണ്ട്. അതേസമയം അപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥി നേദ്യ എസ് രാജേഷിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം 11 മണിയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൃഗമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ പിള്ള, നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടാൽ വളരെ ഭീകരത തോന്നിക്കുന്ന ഒരു അപകടം തന്നെയായിരുന്നു. എന്തായാലും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. അദ്ദേഹം ആ അപകടം നടന്ന അതേ സമയത്ത് തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? നിഖിൽ, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതാണ്. ഈ വളക്കൈ അപകടവുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് തന്നെ നടപടി സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ കാരണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സ്കൂൾ വാഹനത്തിന്റെ പരിശോധനയിൽ ബ്രേക്കിന് പ്രശ്നമില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല എഞ്ചിനും തകരാറില്ല. അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് എന്നാണ് MVയുടെ പ്രാഥമിക നിഗമനം. മാത്രമല്ല ഫോൺ ഉപയോഗിച്ചതിനാൽ പായതാകാൻ കാരണമെന്നും പറയുന്നുണ്ട്. അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ ബസ്സിന് തകരാറുണ്ടെന്ന് സ്കൂൾ അധികൃതരെ അറിയിച്ചു എന്നാണ് ഇന്നലെ ഈ ഡ്രൈവർ പറഞ്ഞത്. എന്നാൽ ബസ്സിന് തകരാറുണ്ടായിരുന്നില്ലെന്നാണ് സ്കൂൾ മാനേജറായ ജയകൃഷ്ണൻ അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയത്. ബ്രേക്കിന് തകരാറുണ്ടെന്ന് ഡ്രൈവർ അറിയിച്ചിരുന്നില്ല. തകരാറുണ്ടെങ്കിൽ അത് ഉടനെ ഉണ്ടെന്ന് ഡ്രൈവർ അറിയിച്ചിരുന്നില്ല. അതിന്റെ പരിഹരിച്ചേനെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ബസ്സിന്റെ ഫിറ്റ്നസ് കാലാവധി മാർച്ച് വരെ നീട്ടി നൽകിയിരുന്നു സർക്കാർ. മാത്രമല്ല ബസ്സിന്റെ ബ്രേക്കിന് തകരാറുണ്ടായിരുന്നില്ലെന്ന് MVD പറഞ്ഞെന്നും മാനേജർ വ്യക്തമാക്കിയുണ്ടായിരുന്നു. ശരി മിഥുൻ. അമേരിക്കയിലെ ന്യൂ ഓർലൻസിലെ ഭീകരാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ട വാർത്തയിലേക്കാണ്. ആൾക്കൂട്ടത്തിനിടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറ്റിയായിരുന്നു ആക്രമണം. ടെക്സസ് സ്വദേശി ഷംസുദ്ദീൻ ജബ്ബാറാണ് അക്രമി. നിരവധി പേർക്ക് പരിക്കേറ്റു. അക്രമം നടത്തിയത് ഇയാൾ തനിച്ചല്ല എന്നുകൂടി FBI പറയുന്നുണ്ട്. അക്രമിയുടെ കാറിൽ നിന്നും IS പതാക കണ്ടെത്തി. ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ അപലപിക്കുകയും ചെയ്തു. ന്യൂയോർക്കിൽ നിന്ന് ജനം US പ്രതിനിധി രാജീവ് ഭാസ്കർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാജീവ് ഭാസ്കർ, നമസ്തേ. എന്തായാലും ഭീകരാക്രമണം FBI ആദ്യം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അനു, പുതുവർഷ പുലരിയെ അമേരിക്ക എതിരേറ്റത് ഈ ഒരു ദുരന്ത വാർത്തയുടെ പശ്ചാത്തലത്തിലാണ്. ലൂസിയാനയിലെ ന്യൂ ഓർലൻസ് നഗരത്തിൽ ഇന്നലെ ഏകദേശം പ്രാദേശിക സമയം 3 മണി കഴിഞ്ഞ് 3:15 മണിക്കാണ് സംഭവം നടക്കുക. അവിടെ വെളുപ്പിനും 3:15 സമയത്തും പുതുവർഷം ആഘോഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക്
ഒരു ട്രക്ക് ഇടിച്ച് കയറിയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ട്രക്ക് ഏകദേശം 15-ലേറെ പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനം വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വളരെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു തെരുവീഥിയിലേക്ക് ഈ ട്രക്ക് ഓടിച്ചു കയറ്റുകയുണ്ട്. അത് പോലീസ് അവിടെ ഉണ്ടാക്കിയ ബാരിക്കേഡുകളൊക്കെ മറികടന്നുകൊണ്ട് ഈ അക്രമി അദ്ദേഹത്തിൻ്റെ വാഹനം ഇടിച്ചു കയറ്റി 15-ലധികം ആൾക്കാരെ കൊലപ്പെടുത്തിയെന്നാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇപ്പോൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന് എന്ന് പറയുന്നത് അമേരിക്കയിൽ തന്നെ ജനിച്ചു വളർന്ന ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന US ആർമിയിൽ തന്നെ ഏകദേശം 10 വർഷത്തിലധികം ജോലിയെടുത്തിരുന്ന ഷംസുദ്ദീനാണ് ISISിൻ്റെ ആശയങ്ങൾ പ്രചോദിതനായിട്ട് ഈ ഒരു ആക്രമണത്തിന് മുമ്പിലേക്ക് വന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തീവ്രവാദ പശ്ചാത്തലമുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് FBI, ഈ നാഷണൽ ഏജൻസിയായ FBI ആണ് ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. ലോക്കൽ പോലീസിൻ്റെ അടുത്ത് നിന്ന് നാഷണൽ ഏജൻസി ഇത് ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ തീവ്രവാദ പശ്ചാത്തലങ്ങളിൽ ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ബാക്കിയുള്ള ശക്തികളെയും കൂടെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജീവ്ജി, അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇയാൾ ഒറ്റയ്ക്കല്ല ഈ ആക്രമണം നടത്തിയത് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ FBI പറയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഈ ട്രക്കിൽ ISന്റെ പതാക കണ്ടെത്തി താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കേണ്ടായ ISന്റെ ആശയങ്ങളിലേക്ക് ആകൃഷ്ടനായി ഇയാൾ പിന്നീട് ഈ പ്രകാരം പരിപാടി ആസൂത്രണം ചെയ്തിരിക്കാം എന്നത്. ഇതിന് പിന്നിലുള്ള മറ്റുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അതൊരു പക്ഷേ അമേരിക്കയ്ക്ക് പുറത്തേക്ക് കൂടി വ്യാപിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ഉണ്ടാകാം. എന്നാലും അമേരിക്കയിലെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വാടകയ്ക്കെടുത്ത ഒരു ട്രക്കിലാണ്. ആ ട്രക്കിൻ്റെ പുറകുവശത്ത് അദ്ദേഹം ISന്റെ ഒരു പതാകയും കൂടെ സ്ഥാപിച്ചിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് വാഹനം ഓടിച്ചു കയറ്റിയ സമയത്ത് ഈ പതാകയും വഹിച്ചുകൊണ്ടുള്ള ട്രക്കിലാണ്. അപ്പോൾ നിശ്ചയമായിട്ടും ISന്റെ ബന്ധം അവിടെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ ഇദ്ദേഹത്തെ US ആർമിയിൽ 10 വർഷത്തിലധികം ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം ISന്റെ ആശയങ്ങളിലേക്ക് ഒരു സുപ്രഭാതത്തിൽ വന്നു ചേർന്നാണെന്ന് വിചാരിക്കാനും വയ്യ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇത്, അദ്ദേഹം തനിച്ചല്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് FBI എത്തുന്നത്. അതുപോലെ തന്നെ IS ഫ്ലാഗ്, അതുപോലെ US ഇന്ന് പ്രസിഡന്റ് ബൈഡൻ തന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അപലപിക്കുകയും എല്ലാ ഏജൻസികളും അമേരിക്കയുടെ ആഭ്യന്തരമായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും കൈകാര്യം ചെയ്യുന്ന FBI മാറ്റമല്ല CIA, അമേരിക്കയ്ക്ക് പുറത്തുള്ള ഇദ്ദേഹം അഫ്ഗാനിസ്ഥാനിലും കുറച്ച് സമയം ജോലി ചെയ്തിരുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ISISന്റെ സിറിയയിലെ പുതിയ സംഭവ വികാസങ്ങൾ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാഹ്യ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള ISന്റെ എന്തെങ്കിലും സ്ലീപ്പർ ഗ്രൂപ്പുകളുമായിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയാണ്. അതുപോലെ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിൽ, ഒരു വർഷം എന്നല്ല, കഴിഞ്ഞൊരു 3-4 വർഷത്തിന് മുമ്പായിട്ട് തന്നെ ഏകദേശം ഇങ്ങനെയുള്ള ഒരുപാട് തീവ്രവാദ ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് FBIക്ക് കഴിഞ്ഞിരുന്നു. ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് ഈ ISIS തീവ്രവാദം പ്രാദേശികമായിട്ട് അമേരിക്കയുടെ ആഭ്യന്തര മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഭരണം വരാനിരിക്കുന്ന ജനുവരി 20 റിപ്പബ്ലിക്കിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഇത് എന്തുമാത്രം പ്രത്യാഘാതങ്ങളാണ് ഇവിടെ അമേരിക്കയുടെ രംഗത്തുണ്ടാക്കുന്നതെന്നും കൂടെ നമുക്ക് അത് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ശ്രീ രാജീവ്. ഈ പറയുന്നത് പോലെ തന്നെ ഈ ജോ ബൈഡൻ്റെ പ്രതികരണം മാത്രമല്ല, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ട്രംപ് ഭരണകൂടം അധികാരമേൽക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ ഇനി പുതിയ ഭരണകൂടം കൂടി ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു ഭീകരാക്രമണം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നതും പ്രസക്തമാണ്. അതിന് മുൻപ് ഒരു പക്ഷേ ജോ ബൈഡൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നതും ഇത് തന്നെയായിരിക്കും. കാരണം പുതിയ ഭരണകൂടത്തിന് ഈ അധികാര കൈമാറ്റം നടക്കുന്നതിന് മുൻപ് തന്നെ ഇതൊരു ഭീകരാക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിലെ കാര്യങ്ങൾ ചുരുളഴിയിക്കേണ്ടതുണ്ട്. ISന്റെ സാന്നിധ്യം അമേരിക്കയിൽ ഉണ്ട് എന്നത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാവഹവുമായിരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ ട്രംപിൻ്റെ പുതിയ ഭരണകൂടം അധികാരത്തിൽ ഏൽക്കുകയും അവിടെ തന്നെ ഈ പറയുന്ന അന്വേഷണം നടത്തുന്ന FBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്ടറായിട്ട് നിയമിതരാകുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ്. ശ്രീ കാഷ് പട്ടേൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജനാണ് FBIയുടെ ഡയറക്ടറായിട്ട് സ്ഥാനമേൽക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ ഒരു ISISന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക? ഇതൊക്കെ എല്ലാം മാധ്യമങ്ങളും അമേരിക്കയുടെ ആഭ്യന്തര ലോകവുമെല്ലാം വളരെ ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ രാജീവ് ഭാസ്കർ.
നമ്മളോടൊപ്പം ചേർന്നതിനും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചതിനും. നമുക്ക് അമേരിക്കയിലെ തന്നെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മുടെ ഇന്റർനാഷണൽ ഡെസ്ക് ഐസൻ ജോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ട്രംപ് ലാസ് വേഗാസ് ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. വാഹനാപകടത്തിൽ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ടെസ്ല ഉടമസ്ഥൻ ഇലോൺ മസ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ന്യൂ ഓർലിയൻസ് കൊലപാതകവുമായി ബന്ധം പരിശോധിക്കുന്നതായി പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ടെസ്ലയുടെ സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇതിൽ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാം എന്ന് ടെസ്ലയുടെ ഉടമസ്ഥൻ കൂടിയായ എലോൺ മസ്കിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. തീർച്ചയായും നിഖിൽ, ഈ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞു എന്ന് എലോൺ മസ്ക് വ്യക്തമാക്കിയ ഈ കാർ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ വാഹനം പൊട്ടിത്തെറിച്ചത് ട്രംപ് ഹോട്ടലിന് മുമ്പിലാണ്. അത് നമുക്കറിയാവുന്നതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ കമ്പനി ഓൺ ചെയ്യുന്ന ഇതിന് മുന്നിലാണ് പൊട്ടിത്തെറിച്ചത്. നിലവിലെ ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതീവ ഗൗരവമുള്ളൊരു പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്? നേരത്തെ ഇപ്പോൾ രാജീവ് ഭാസ്കർ പറഞ്ഞതും വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ പലതും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ഗൗരവമുള്ള വിഷയം. ഈ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് കൊളറാഡോയിൽ നിന്നും റെൻറ്റിനെടുത്ത ഒരു വാഹനം ലാസ് വെഗാസിലെത്തുന്നു. അത് ലാസ് വെഗാസിലെത്തി ഹോട്ടലിന് മുന്നിലെത്തി പൊട്ടിത്തെറിക്കുന്നു. ആ പൊട്ടിത്തെറിക്കുന്നതിൽ ആ വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കി 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് വലിയ അപകടത്തിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എങ്കിൽ കൂടി ഈ പ്രശ്നത്തിന് അതീവ ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ IS-ൻ്റെ സാന്നിധ്യം. നേരത്തെ ന്യൂ ഓർലിയൻസിലുണ്ടായ ഈ സംഭവം പോലെ തന്നെ ഇതുപോലൊരു ആക്രമണമാണോ ലക്ഷ്യം വെച്ചത് എന്നൊരു സംശയം വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. അതും മാത്രമല്ല മറ്റ് ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇത് തമ്മിലൊരു സമാനത ഉള്ളതായി പലരും സംശയം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് ഈ സ്ഫോടനവും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 2 ആക്രമണങ്ങളും നടന്ന ആ ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഇനി ദിവസങ്ങൾ മാത്രമാണ് അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റ് ആകാനിരിക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റ് ആകുമ്പോൾ നമുക്കറിയാവുന്നതാണ് IS പോലുള്ള ഭീകര ഔട്ട്വിറ്റ് സംവിധാനങ്ങളെ എങ്ങനെയാണ് ട്രംപ് കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ ഇൻസിഡൻറ്റ് വൈസ് വായിച്ചെടുക്കുകയാണെങ്കിൽ, അതായത് ഇസ്രായേലിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഹമാസുമായുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പരിശോധിക്കുകയാണെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും നിയന്ത്രിക്കും. ഈ 20-ന് മുൻപ് അധികാരത്തിലേൽക്കുന്നതിന് മുമ്പ് ഹമാസിനെ പൂർണ്ണ നിയന്ത്രണ വിധേയമാക്കും എന്നൊരു നിലപാട് അദ്ദേഹം പറയുന്നു. അത് ആ ഗണന ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നു. അവിടെയും IS-ൻ്റെ സാന്നിധ്യം കാണുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള അമേരിക്കയിൽ 2 ഇടങ്ങളിൽ IS-ൻ്റെ സാന്നിധ്യം, ഒരിടത്ത് കൃത്യമായ IS-ൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. IS-ൻ്റെ സ്വാധീന വലയത്തിലുള്ള IS ഇടപെട്ട ഒരു മനുഷ്യനാണ് ഈ ആക്രമണം നടത്തിയത് എന്ന വിവരങ്ങൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും ഒരു ആക്രമണം നടന്നതിന് ലിങ്ക് ഉണ്ടോ എന്ന് സംശയിക്കുന്നത് സ്ഫോടക വസ്തുക്കളുണ്ടെന്ന് ആ കാറിൻ്റെ നിർമ്മാതാക്കളുടെ കമ്പനി തന്നെ, അതിൻ്റെ ഒരു ഉടമസ്ഥൻ തന്നെ പറയുമ്പോൾ അത് അത്തരത്തിലുള്ളൊരു സാങ്കേതിക പിഴവല്ല, പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെ ഉള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. പോലീസും ഏതാണ്ട് നൽകുന്ന വിവരങ്ങൾ അതുപോലെ തന്നെയാണ്. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അതീവ ഗുരുതരമായൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള IS-ൻ്റെ അമേരിക്കയിലൊരു നീക്കം, IS-ൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ആക്റ്റീവ് ആയതിൻ്റെ ഒരു സ്വഭാവം കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ കൃത്യമായി അപലപിക്കുകയും കർശന നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിഖിൽ, ഐസൻ, ഇതിന് മുൻപ് നടന്ന ആക്രമണത്തിലും ന്യൂ ഓർലിയൻസിൽ നടന്ന ആക്രമണത്തിൽ IS-ൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ IS ആണ് ഇതിന് പിന്നിൽ എന്ന സ്ഥിരീകരണം FBI നടത്തുമ്പോൾ കൂടുതൽ ഈ തെളിവെടുപ്പുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് തീർച്ചയായും അന്വേഷണ ഏജൻസി കടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. പക്ഷേ അവിടെയും ഈ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന ഭീകരൻ ഇതിന് മുൻപ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു, അമേരിക്കയിൽ തന്നെ അമേരിക്കൻ പൗരനാണ് എന്നതുകൂടിയാണ്. തീർച്ചയായും അമേരിക്കൻ പൗരനായിരുന്നു. ടെക്സാസാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അതുപോലെ തന്നെ ഇയാൾ IS-മായി സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. അത് നേരത്തെ രാജീവ് ഭാസ്കറും സൂചിപ്പിച്ചിരുന്നൊരു വിഷയം തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിലും ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഒരു സൈനികനായിരുന്നില്ല അദ്ദേഹം മറിച്ച് സൈന്യത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റും അതുപോലുള്ള അനുബന്ധമായ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സൈനികൻ എന്ന് അദ്ദേഹത്തെ പൂർണ്ണമായും പറയാൻ സാധിക്കില്ലെങ്കിലും സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സിവിലിയൻ സ്റ്റാഫ് എന്ന രീതിയിൽ അദ്ദേഹത്തെ കണക്കാക്കാവുന്നതാണ്. തീർച്ചയായും ഈ സ്ലീപ്പർ സെല്ലുകളുടെ ഒരു സാന്നിധ്യം വളരെ കൃത്യമായി ഇവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ അമേരിക്കയിൽ പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് അതീവ ഗൗരവമായൊരു സംശയം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പല ഇടങ്ങളിലും ഈ സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യം, അതായത് ഇപ്പോൾ ഇസ്രായേലല്ല ഹമാസിൻ്റെ ഇടയിൽ കണ്ട സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യം, അത്തരത്തിലുള്ള സാന്നിധ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ ശക്തമായൊരു നീക്കം അന്താരാഷ്ട്ര തലത്തിൽ പോലും ഉണ്ടായേക്കാം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് പലതരത്തിലുള്ള ആക്രമണങ്ങൾ പല സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ നടന്നിരുന്നു. അത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു ശക്തമായ പ്രതികരണം, കേവലം FBI-യുടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു സിവിലിയൻ അന്വേഷണം എന്നതിനപ്പുറം ചില സൈനിക നടപടിയിലേക്ക് കൂടി അമേരിക്ക നീങ്ങിയേക്കാവുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ ശക്തി കേന്ദ്രങ്ങളെ, ഈ IS സ്ലീപ്പർ സെല്ലുകളെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ശക്തി സ്രോതസ്സുകളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടി അത് അമേരിക്കൻ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ വളരെ സീക്രട്ടായ ഇൻഫർമേഷനുകളൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി തുടർന്ന് ശക്തമായ സൈനികവും അന്താരാഷ്ട്രവുമായ നീക്കങ്ങൾ IS-നെതിരെ ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. FBI വളരെ കൃത്യമായി ഇത്തരത്തിൽ IS-ൻ്റെ സാന്നിധ്യമുണ്ട്, IS-ൻ്റെ ഫ്ലാഗ് കണ്ടെടുത്തു, IS-യുമായി സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇയാൾ, അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചില ഇടപെടലുകളാണ് എന്നെല്ലാം രീതിയിലുള്ള കൃത്യമായ ഒരു വെളിപ്പെടുത്തലുകൾ ഈ സ്ഫോടനം നടന്ന് മണിക്കൂറുകൾക്കകം FBI പോലുള്ള ഉന്നതമായ ഒരു അന്വേഷണ ഏജൻസി പുറത്തു പറയുമ്പോൾ അതിൽ നിന്നെല്ലാം ഈ ഒരു സാഹചര്യം കൂടി വായിച്ചെടുക്കേണ്ടതാണ്. ചരിത്രത്തിൽ അത്തരത്തിലുള്ള നിലപാടുകളെല്ലാം തന്നെ FBI പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ശരി സർ. എന്തായാലും ഇതിൽ അട്ടിമറി സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മനസ്സിലാവും. കാരണം ഒരു സ്ഫോടക വസ്തു കൃത്യമായി പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ്. മസ്കിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നത് മറ്റൊന്നുമല്ല, കാരണം ടെസ്ലയുടെ സൈബർ ട്രക്കാണ്, അത് അത്രത്തോളം സുരക്ഷിതമാണ് എന്ന് എലോൺ മസ്ക് പലപ്പോഴും പറഞ്ഞൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് സാങ്കേതിക തകരാറല്ല, സ്ഫോടക വസ്തു ഉണ്ട് എന്ന് തന്നെ എലോൺ മസ്ക് ഉടനടി തന്നെ പ്രതികരിച്ചതും. ഇതിൽ ഐസൻ തുടരുന്നുണ്ട്. മറ്റൊരു വാർത്തയുടെ വിവരം കൂടി ഐസനോട് തേടേണ്ടതുണ്ട്. ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പാർലമെന്റ് അംഗത്വം രാജിവെച്ചു. നവംബറിൽ ഗാലന്റിന്റെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു. തുടർന്ന് ഇസ്രായേൽ പാർലമെന്റ് സ്പീക്കർ ആമിർ ഒഹനയുടെ ഓഫീസിലെത്തി അദ്ദേഹം രാജി സമർപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് തുടരുന്നുണ്ട്. ഐസൻ, വിവരങ്ങൾ. തീർച്ചയായും ഈ രാജി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ നിന്നാണ്. ക്നെസറ്റ് എന്ന് പറയുന്ന പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ അംഗത്വമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം പാർലമെൻറ്റ് സ്പീക്കറെ കണ്ട് ഈ രാജിക്കത്ത് കൈമാറുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തു. നമുക്കറിയാവുന്നതാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത് പല തരത്തിലുമുള്ള വിമർശനങ്ങൾ, അതായത് നമുക്കറിയാവുന്നതാണ് ഇസ്രായേലിൽ ഈ ആക്രമണത്തിനിടയായ സംഭവങ്ങൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരികയും അത്തരത്തിലുള്ള അന്വേഷണങ്ങളെ പ്രത്യക്ഷമായി അല്ലെങ്കിലും അദ്ദേഹം അത്തരത്തിലുള്ള നീക്കങ്ങളെ പ്രത്യക്ഷമായി അല്ലെങ്കിലും അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിലപാടും അത് തന്നെയാണ്. ചില അപകടകരമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന ഒരു നിലപാട്, അതായത് നീതിന്യായ രംഗത്തെ പരിഷ്കരണങ്ങൾ അപകടകരം എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന് കൂടി പറയുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും പാർട്ടിയിൽ, ഒരേ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നു എന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. അതീവ ഗുരുതരമായ ഒരു ആരോപണം നേരത്തെ ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹം പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാകുന്നു. ഇപ്പോൾ പാർലമെൻറ്റ് അംഗത്വവും കൂടി അദ്ദേഹം രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു സ്വാഭാവികമായ ഒരു പരിണാമം എന്നതിനപ്പുറം ചില രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും ശക്തമായ ഒരു നടപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നു, കൃത്യമായി സ്പീക്കറെ കണ്ട് രാജി സമർപ്പിച്ചിരിക്കുന്നു എന്നത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഗൗരവമേറിയ ചർച്ചാ വിഷയമാകുന്നൊരു വാർത്ത തന്നെയായി മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. ശരി ഹസൻ. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് കടക്കാം. കാരണം ബംഗ്ലാദേശ് ഹിന്ദു സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ജാമ്യാപേക്ഷ അവിടെ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. സന്യാസിമാരുടെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം തുടരുകയാണ് ഇപ്പോഴും. അതിനിടയിലാണ് ഈ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നത്. നവംബർ 25-നായിരുന്നു ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തതും. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഗൗതം, ഇതിൽ ആശങ്ക ഉളവാക്കുന്ന മറ്റൊരു കാര്യം ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായ ഒരു സാഹചര്യമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു ഇന്ന് എന്ന വാർത്തയും വരുന്നു. ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ ചിറ്റഗോങ്ങിലെ ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തെ നവംബർ മാസം 25-ാം തീയതി ഉച്ചതിരിഞ്ഞ് ചിറ്റഗോങ് വിമാനത്താവളത്തിൽ നിന്നാണ് ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഡിസംബർ മാസം 3-ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി 1 മാസത്തേക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും ഹിയറിംഗ് ആരംഭിക്കാൻ പോകുമ്പോൾ 2 പ്രധാനപ്പെട്ട ആശങ്കകൾ വീണ്ടും നിലനിൽക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അഭിഭാഷകൻ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലായി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ കൊൽക്കത്തയിലെ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം തിരിച്ച് ചിറ്റഗോങ്ങിലേക്ക് എത്തുമോ
ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വാദിക്കാനായി പ്രധാനപ്പെട്ട അഭിഭാഷകൻ തന്നെ എത്തുമോ എന്നൊക്കെയുള്ള ആശങ്ക ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ ചിറ്റഗോങ് ആശുപത്രികളിൽ ചിറ്റഗോങ്ങിലെ ജയിലിൽ കഴിയുന്ന ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ആരോഗ്യനില പലതവണ വളരെ ഗുരുതരാവസ്ഥയിൽ എത്തുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് കൊടിയ പീഡനങ്ങൾ സ്വാഭാവികമായും ആ ജയിലിൽ ഏൽക്കേണ്ടി വരുന്നു എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തന്നെ ഇസ്ലാമിക ഭരണകൂടമാണ്. അവർ സ്വാഭാവികമായും ഏത് രീതിയിലുള്ള പരിഗണനയാകും അദ്ദേഹത്തിന് ജയിലിൽ നൽകുക എന്നതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പലതവണ വളരെ സിവിയർ ആകുകയും അതിനെ തുടർന്ന് ചികിത്സ അടിയന്തരമായി നൽകണമെന്ന ആവശ്യം ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹവും അവിടുത്തെ ക്രൈസ്തവ ബുദ്ധ സമൂഹവും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ചിറ്റഗോങ് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വരുന്നു. കോടതി എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നതാണ് വളരെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് കോടതിയും വഴങ്ങുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടുപോയത്. നവംബർ മാസം 25-ന് അറസ്റ്റിലായ ഒരു ഹിന്ദു സന്യാസി, അദ്ദേഹത്തിനൊപ്പം മറ്റ് ഏതാണ്ട് 5ഓളം സന്യാസിമാർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. വ്യാപകമായ പ്രതിഷേധം ബംഗ്ലാദേശിനകത്ത് മാത്രമല്ല, ഭാരതം പോലെ ബംഗ്ലാദേശിനെ സഹായിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ടായിട്ട് പോലും അവിടുത്തെ കോടതി ചെയ്തത് ഡിസംബർ 3-ന് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് ഇതിന്റെ ഹിയറിംഗ് കേൾക്കുവാൻ മാറ്റിവെക്കുന്നത് ജനുവരി മാസം 2-ലേക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ നോക്കുമ്പോൾ നവംബർ 25 മുതൽ ഇന്ന് വരെയുള്ള ദിവസം നോക്കിക്കഴിഞ്ഞാൽ 39ാമത്തെ ദിവസമാണിത്. 39 ദിവസം ജാമ്യം കിട്ടാതെ അദ്ദേഹം ജയിലിൽ തന്നെ തുടരുകയായിരുന്നു. അതിനാൽ ഇന്നത്തെ കോടതിയിലെ സംഭവ വികാസങ്ങൾ വളരെ നിർണായകമാണ്. അനു, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഇന്ന് അദ്ദേഹത്തിനായി ഹാജരാകുമെന്ന് അഭിഭാഷകൻ രവീന്ദ്ര ഘോഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗൗതം, എന്തായാലും ഈ അഭിഭാഷകൻ എത്തരുത് എന്നുള്ള ഒരു കോടതിയിൽ എത്തരുത് എന്നുള്ള ഒരു ആവശ്യം ആർക്കൊക്കെ ഉണ്ട് എന്ന് തോന്നിച്ചിരുന്നതിന് മുൻപ് എന്ന പലവിധ റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു, അല്ലേ? അനു, അത് തന്നെയാണ്. അതായത് ഈ അഭിഭാഷകരെ ഭീഷണിപ്പെടുത്തുകയും അഭിഭാഷകരെ വരുത്താതിരിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ പലതവണയായി നടക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം ഈ ഇസ്കോണിന്റെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ചിറ്റഗോങ്ങിൽ അദ്ദേഹത്തിന്റെ വസതി ആക്രമിക്കുകയും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായ സാഹചര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ മാസം ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴത്തെ അഭിഭാഷകൻ, പ്രധാന അഭിഭാഷകൻ, അദ്ദേഹം നെഞ്ചുവേദനയെ തുടർന്നാണ്, ചില ശാരീരിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൊൽക്കത്തയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇന്ന് എത്തും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു വ്യക്തത ഇനിയും നമുക്ക് വരേണ്ടതുണ്ട്. ഈ കേസ് തുടങ്ങുന്ന ഘട്ടത്തിൽ മാത്രം, അല്ലെങ്കിൽ ഇസ്കോണുമായി ബന്ധപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇന്ന് ഇദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നതിലൊരു വ്യക്തത ഈ പുലരിയിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. എന്തായാലും വലിയ പ്രതിഷേധം ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ അറസ്റ്റിനെ തുടർന്ന് രൂപപ്പെട്ടതാണ്. അദ്ദേഹം അവിടുത്തെ ഹൈന്ദവ, ക്രൈസ്തവ, ബുദ്ധ മതവിഭാഗങ്ങൾ, അതായത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ കൈത്താങ്ങായി, അവർക്കിടയിൽ വലിയ സേവന പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടത്തുന്ന ഒരു സന്യാസിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത കേസാണ് വളരെ ശ്രദ്ധിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ബംഗ്ലാദേശിന്റെ പതാകയെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിക്കിടയിൽ കാവിക്കൊടികൾ ഉയർന്നിരുന്നു. ആ കാവിക്കൊടികൾ ബംഗ്ലാദേശിന്റെ പതാകയെക്കാട്ടിൽ മുകളിലാണ് ഉയർത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു സന്യാസിയെ 39 ദിവസം ബംഗ്ലാദേശിലെ ഭരണകൂടം ജയിലിൽ അടച്ചത് എന്നതാണ് വളരെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇന്നിപ്പോൾ കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നത് വളരെ ആകാംക്ഷയോടെ ഭാരതം പോലുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. അനു, ശരി ഗൗതം. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഗവർണറുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തിൻ്റെ നിയുക്ത ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പുതുവർഷത്തിൽ അനന്തപുരിയിൽ എത്തിയ ഗവർണർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. രാവിലെ 10:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറായാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേൽക്കുന്നത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, കേരളത്തിൻ്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെല്ലാം തന്നെ ചടങ്ങിന് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. രാവിലെ 10:30 ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കൽ ചടങ്ങുകൾ, സത്യപ്രതിജ്ഞ ചടങ്ങുകൾ രാജ്ഭവനിൽ നടക്കാൻ പോകുന്നതിന്റെ അവസാനഘട്ട ഒരുക്കത്തിലും തയ്യാറെടുപ്പിലും ഒക്കെയാണ് രാജ്ഭവൻ ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന രാജ്ഭവന്റെ മുൻപിലാണ്. ഏകദേശം 9:50 കൂടി വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെയുള്ള അതിഥികൾ ഈ രാജ്ഭവന്റെ പ്രധാന കവാടത്തിലൂടെ ഉള്ളിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 5 വർഷവും 4 മാസവും നമ്മൾ കണ്ടത്
സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ ഗവർണറും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കും പോരുകൾക്കും ഏറ്റുമുട്ടലിനും ഒക്കെയാണ്. പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിനെ തിരുത്തുന്ന ഒരു തിരുത്തൽ ശക്തിയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് മാറിയിരുന്നു. ഒപ്പം തന്നെ സർക്കാർ നടത്തിയിട്ടുള്ള സ്വജനപക്ഷപാതം സംസ്ഥാനത്തെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള VC നിയമനങ്ങൾ, വഴിവിട്ട ബന്ധു നിയമനങ്ങൾ, ഇതിലൊക്കെ ഒരു ഒറ്റയാൾ പോരാട്ടമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് കൊള്ളുകയും തുടർന്ന് വരുന്ന ഗവൺമെന്റിലുള്ള പ്രതീക്ഷകളാണ് സംസ്ഥാനത്തെ പൊതുജനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ സ്പീക്കർ AN ഷംസീർ, വിവിധ മന്ത്രിമാർ, ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചേർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ വളരെയധികം സന്തോഷം പങ്കുവെച്ച് ഇരു കൈകളും കൂപ്പിയാണ് അദ്ദേഹം പൊതുസമൂഹത്തെയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെയും കണ്ട് രാജ്ഭവനിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കുകയും ചെയ്തിരുന്നു രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെ. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് രാജ്ഭവന്റെ പ്രത്യേക ഓഡിറ്റോറിയത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പത്നി അടക്കമുള്ളവരും ഈ ചടങ്ങിന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ്, വിവിധ മന്ത്രിമാർ, MLA മാർ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മുരളീധരൻ അടക്കമുള്ളവരും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തും. എന്നാലും 10 കൂടിയാണ് ഔദ്യോഗികമായി ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. അതിനു മുൻപ് തന്നെ അതിഥികളൊക്കെ എത്തിത്തുടങ്ങും എന്നുള്ളതാണ്. പുതിയ ഗവർണർ എത്തി 2 ആഴ്ച കഴിയുമ്പോഴേക്കും നയപ്രഖ്യാപന പ്രസംഗമുണ്ട്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഗോവയിലെ ഗവർണർ ഒരു മലയാളിയാണ്, PS ശ്രീധരൻപിള്ള. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവർണർ ഒരു ഗോവയിൽ നിന്നുള്ള ആളാണ് എന്നൊരു രസകരമായ സംഭവം കൂടി ഇതിന് പിന്നിലുണ്ട്. എന്നാലും അതും ഈ പ്രത്യേകതകൾ നിരവധിയാണ്. എന്തായാലും മാറിലേക്ക് പുതിയ ഗവർണറായി കേരളത്തിലേക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്നൊരു ഇതിൽ തന്നെയാണ്. അതായത് ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ സാധാരണ ഗവർണർമാരൊക്കെ നമ്മൾ കണ്ടില്ല, കോട്ടൊക്കെ ഇട്ട്. ഇദ്ദേഹം വളരെ സാധാരണക്കാരൻ, ഒരു പാൻറ്റും ഷർട്ടും ഇട്ട് സാധാരണക്കാരൻ്റെ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണാൻ. ഈ ഗവർണർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്ന വ്യക്തികളെ ഒരുപക്ഷെ ആ ഒരു നിർവചനം തന്നെ മാറ്റിമറിച്ച ഒരു ഗവർണറായിരുന്നു നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. അതായത് ഗവർണർക്ക് കുറേ അധികം ചട്ടങ്ങൾ, പ്രോട്ടോക്കോളുകളുണ്ട്. അദ്ദേഹം ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം എന്നൊക്കെയുള്ള കുറേ കാര്യം. പക്ഷേ അതിനെയൊക്കെ മാറ്റി നിർത്തിയ ഒരു ഗവർണർ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. അദ്ദേഹം യാത്ര പോകുന്ന സമയത്ത് വഴിയുടെ റോഡ് സൈഡിൽ പ്രതിഷേധക്കാർ നിൽക്കുന്ന സമയത്ത് വാഹനം നിർത്തുന്നു. തൊട്ടടുത്ത കടയിൽ കയറി ഇരിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. കോഴിക്കോട് പോയി മിഠായി തെരുവിലെ കൂടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മിഠായി തെരുവിലൂടെ പോകുന്നു. അവിടെ കടകളിൽ കയറുന്നു. അവിടുന്ന് മറ്റേ അലുവയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി അദ്ദേഹം അവിടെ നിന്ന് കഴിക്കുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ. ജനകീയനായൊരു ഗവർണർ കൂടിയാണ് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ. ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷ ഏറെയാണ്. അങ്ങനെ തന്നെയാണ് എന്നതിൽ സംശയമില്ല. കാരണം സർക്കാരും ഉറ്റുനോക്കുകയാണ്. കാരണം പഴയ ഗവർണർ സർക്കാരുമായി നേരിട്ട്, അതായത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോള് പലപ്പോഴും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ ഗവർണർ വരുമ്പോഴും സർക്കാർ ഉറ്റുനോക്കുന്നതാണ് സർക്കാരിനുമായി ബന്ധപ്പെട്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഉറ്റുനോക്കുന്നുണ്ട്. 10:30 സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഉള്ളത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയാക്കാൻ മന്ത്രിസഭയിലെ ആളുകൾ എത്തിയില്ല എങ്കിലും പുതിയ ഗവർണറെ സ്വീകരിക്കാൻ എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് എത്തി എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. മുമ്പിൽ നിന്നാണ് ശാലിനി നമുക്ക് ഈ വിവരണം തന്നുകൊണ്ടിരുന്നത്. 9:30 ആകുമ്പോഴത്തേക്കും അവിടെ അതിഥികളൊക്കെ എത്തിത്തുടങ്ങും. 11:30 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. എന്തായാലും തത്സമയ ദൃശ്യങ്ങൾ ജനം TV-യിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കും. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോവാം. 92ാം ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതനധർമ്മത്തെയും ശ്രീനാരായണ ഗുരുവിനെയും അവഹേളിച്ചു നടത്തിയ പ്രസംഗം വിവാദമായതോടെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. മുഖ്യമന്ത്രിക്ക് വേദിയിൽ തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകിയിരുന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗുരുനിന്ന പരാമർശത്തിൽ SNDPയുടെ നിലപാട് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത്, ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ് എന്നിവർ ചേരുന്നു. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രസംഗം അത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടപ്പോൾ തന്നെ വ്യക്തമാവുകയാണ്. കാരണം വിവാദമാകുമെന്നതിൽ തർക്കമുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അദ്ദേഹം ഗുരുനിന്ദ നടത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. വേദിയിൽ വെച്ച് തന്നെ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ മറുപടി പറഞ്ഞുവെങ്കിലും ഇത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വഴിയൊരുക്കുമെന്നതിലും തർക്കമില്ല. ശിവഗിരി മഹാസമ്മേളനത്തിന്റെ വേദിയെ രാഷ്ട്രീയ വിഷയമാക്കി എടുക്കുവാൻ
എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഹിന്ദു ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവഹേളിക്കുന്നതിനുള്ള ഇടമാക്കി മാറ്റിയതാണ് പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിലൂടെ പുറത്തു വന്നത്. വലിയ വിവാദങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു. ഹൈന്ദവ സംഘടനാ നേതാക്കളെല്ലാം പ്രതികരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നമുക്കറിയാം, നേരത്തെയും ഈ CPM ഭരണം വന്നതിന് ശേഷം, അതായത് പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷം നിരന്തരം ഇത്തരത്തിൽ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാം ആ വിശ്വാസങ്ങൾക്കുമേൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു, അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമുക്ക് അധിക്ഷേപം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ആ രീതിയിലാണ് ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നിയമസഭാ സ്പീക്കർ തന്നെ ഗണപതിയെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു കാലയളവിലാണ് ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ ആ ഒരു വശം കൂടി ചിന്തിച്ചുകൊണ്ട് തന്നെ വേണം പറയാൻ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് തള്ളിക്കളയാനാകില്ല. മുഖ്യമന്ത്രിയുടെ ഇവിടുത്തെ ഈ ശിവഗിരിയിലെ പ്രസംഗം എന്ന് പറയുന്നത് നേരത്തെയുള്ള മുൻകാല പ്രസംഗങ്ങളുടെ ഒരു തുടർച്ചയാണ്, അല്ലെങ്കിൽ മുൻകാല ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങളുടെ ഒരു തുടർച്ചയാണ് വീണ്ടും ശിവഗിരിയിൽ കണ്ടതെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഈ സനാതന ധർമ്മത്തെ അവഹേളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതിൽ സനാതന ധർമ്മത്തെ അവഹേളിച്ച് സംസാരിക്കാൻ എടുത്ത ആയുധം എന്ന് പറയുന്നത് അത് ഗുരുദേവനാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഗുരുദേവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗുരുദേവനെ മുൻപ് നിർത്തിക്കൊണ്ട് അദ്ദേഹം ഹൈന്ദവ സമൂഹത്തെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഈ ആരാധനാ സമ്പ്രദായത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന ഒരു നിലപാടിലേക്ക് പിണറായി വിജയൻ ചെന്നെത്തുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ടത്, നമുക്ക് അറിയാം, ഗുരുദേവന്റെ കൃതികളായാലും ശരി, ഗുരുദേവന്റെ പ്രവൃത്തികൾ, അതിൽ ഗുരുദേവൻ ഏതൊക്കെ മേഖലകളിലൂടെയാണോ ഈ നവോത്ഥാനം നടത്തിയത്, ആ നവോത്ഥാനമെല്ലാം ഹിന്ദു സമൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ആചാര അനുഷ്ഠാന പദ്ധതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നവോത്ഥാനം നടത്തിയത്. അതായത് നവോത്ഥാനത്തിൽ അന്നത്തെ കാലത്ത് ആ നവോത്ഥാനത്തെ പൗരോഹിത്യ വൃന്ദം അംഗീകരിക്കുക കൂടി ചെയ്തിരുന്നു. കാരണം ഏതൊക്കെ രീതിയിലൂടെയാണോ അദ്ദേഹം നവോത്ഥാനം നടത്തുന്നത്, അതെല്ലാം ആ നവോത്ഥാനം ഈ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തിയത് കൊണ്ട് തന്നെ അതിനെ പൗരോഹിത്യ വൃന്ദം അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ തർക്കവുമില്ല. പക്ഷേ എന്നിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൃതികൾ തന്നെ നമുക്ക് പരിശോധിക്കാം. പല കൃതികളും വിശ്വാസധാരയെ അല്ലെങ്കിൽ ദേവിയെയും ദേവന്മാരെയും ഒക്കെ അതുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള പല കൃതികളും ഗുരുദേവൻ എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഗുരുദേവൻ ഹിന്ദു സന്യാസി എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് തന്റെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിച്ചതെന്നിരിക്കുകയാണ്. അതിനെ മൊത്തത്തിൽ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ സത്യത്തെ മറികടന്നുകൊണ്ട് പിണറായി വിജയൻ ആ വേദിയെ സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നത് അതിന് വേണ്ടി എടുത്തത് എന്ന് പറയുന്നത്, അതായത് ഹിന്ദുധർമ്മം അല്ലെങ്കിൽ ഗുരു സനാതന ധർമ്മത്തിന് എതിരായി നിന്ന ആളാണ് എന്ന രീതിയിൽ വക്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് നിരവധി പരാമർശങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു. അതുമാത്രമല്ല, അത്തരം പരാമർശങ്ങൾ നടത്തി അതിൽ ഒരു വിവാദമുണ്ടാവുകയും പല ഹൈന്ദവ സംഘടനാ നേതാക്കളും മറ്റ് പലരും പ്രതിഷേധമായി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ പോലും അതിൽ ഒരു മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ സംഭവിച്ചു പോയതാണ് അല്ലെങ്കിൽ ആക്സിഡന്റിൽ സംഭവിച്ചു പോയതാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മാപ്പ് പറയാനോ ഖേദം രേഖപ്പെടുത്താനോ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതൊന്നുകൂടി ആവർത്തിക്കുക കൂടി ചെയ്തു. അതായത് താൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം അത് ആവർത്തിക്കുക കൂടി ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ ശിവഗിരി സമ്മേളനത്തിന് ശേഷം മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കാരണം പിണറായി വിജയന് ഇത് പറയാനുള്ള അവകാശമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമൂഹത്തിനുള്ളിൽ നിന്നുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റു പരിഷ്കാര പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലോ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തണമെങ്കിൽ അടക്കം ഈ ഒരു സമൂഹത്തിൽ നിന്നുള്ള, അതായത് ഈ ഇതിൽ ബന്ധപ്പെട്ട അറിവുള്ളവരോ സന്യാസികളോ അല്ലെങ്കിൽ പൗരോഹിത്യ വൃന്ദത്തിൽ പെടുന്നവരോ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നിരിക്കെ പിണറായി വിജയൻ ചെയ്തത് ശരിയായില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിശിതമായി വിമർശിച്ച് വി മുരളീധരൻ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഈ പരാമർശത്തെ മുഖ്യമന്ത്രി തന്നെ ആവർത്തിക്കുന്നത്. ആ വേദിയിൽ വെച്ച് തന്നെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം മറുപടിയും മുഖ്യമന്ത്രിക്ക് പറഞ്ഞിരുന്നു. ആ സദസ്സിൽ വീണ്ടും കാണുന്നുണ്ട്. അതിൽ കൂടുതലായി ചേരുന്നുണ്ട്. നിഷ, വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ വിവാദമായ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസംഗത്തിലടക്കം അദ്ദേഹം മറുപടി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. എപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്? ഒപ്പം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് കൂടിയല്ലേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാർത്താ സമ്മേളനം? നിഖിൽ, അനു, അങ്ങനെ തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് രാവിലെ
10:30ക്കും 11 മണിക്കും ഇടയിൽ മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചത്. അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണും. പക്ഷേ സമയത്തിൽ കൃത്യത വന്നിട്ടില്ല. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം അതിന് ചികിത്സ തേടിയിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര മണിക്കാണ് കാണുന്നതെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും വെള്ളാപ്പള്ളി ഈ ഗുരുദേവ നിന്നയും ഒപ്പം തന്നെ സനാതന ധർമ്മത്തെ അവഹേളിച്ചുകൊണ്ടും ശിവഗിരി തീർത്ഥാടന ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം വിവിധ കോണുകളിൽ ചർച്ചയാകുകയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. പലയിടങ്ങളിലും ആലപ്പുഴയിലടക്കം BJPയുടെ നേതൃത്വത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നതടക്കമുള്ള സമര പരിപാടികൾ ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ BJP ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് ഇന്നലെ വൈകിട്ട് പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ ആളിക്കത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ഈ വിവാദ പരാമർശത്തെ തുടർന്ന് തന്നെ സനാതന ധർമ്മവും ശ്രീനാരായണ ഗുരുവും ഒക്കെ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എപ്പോഴും എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രിക്കൊപ്പം നിലകൊള്ളുന്ന ആളാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം കൂടി ഇരുന്ന വേദിയിലായിരുന്നു സനാതന ധർമ്മത്തെയും ഗുരുവിനെയും ഒക്കെ നിന്ദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിവാദ പരാമർശം നടത്തിയത്. ആ വേദിയിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് മറുപടിയും നൽകിയിരുന്നു. സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ആരാധനാമൂർത്തി തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്ന് വെള്ളാപ്പള്ളി പറയുകയുണ്ടായി. സനാതനധർമ്മം പോലെ തന്നെ എല്ലാ ആരാധനാമൂർത്തികളെയും തന്നെ ശക്തിയുള്ള ആളാണ് ഗുരുദേവൻ. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം. ആ രീതിയിൽ മുഖ്യമന്ത്രിക്ക് വെള്ളാപ്പള്ളി മറുപടി നൽകുകയുണ്ടായി. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് എക്കാലവും സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഏത് രീതിയിൽ വെള്ളാപ്പള്ളിയുടെ നിലപാട് മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ ഇന്ന് SNDP യോഗത്തിന്റെ ഒരു നിലപാട് കൂടി വെള്ളാപ്പള്ളി വ്യക്തമാക്കിയേക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ഭൂരിപക്ഷ സമുദായത്തോടും വിശ്വാസങ്ങളോടും അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിനോടും മാത്രം മുഖ്യമന്ത്രി എന്തേ ഇപ്രകാരം നിരന്തരമായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനം എന്തേ ഇത്തരം നിരന്തരമായിട്ടുള്ള വിവാദ പ്രസ്താവനകൾ നടത്തുന്നു എന്നത് കൂടിയാണ് ചോദ്യം ഉയരുന്നതും വിമർശനം ഉയരുന്നതും. മറ്റൊരു കാര്യം കൂടി, ഇന്നൊരു 10:11 മണി എന്ന് പറഞ്ഞാൽ ബഹുലമാണ്. NSS ആസ്ഥാനത്ത് മന്നംജയന്തി ആഘോഷം, പുതിയ ഗവർണർ ചുമതലയേൽക്കുന്നു, വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനം. അങ്ങനെ 10:11 മണി എന്ന് പറഞ്ഞാൽ ഇന്ന് സംഭവ ബഹുലം തന്നെയായിരിക്കും. കല്ലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് സംഘാടകരായ മൃദംഗനാഥത്തിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. നൃത്താധ്യാപകർ പണം കൈമാറിയ അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്റ്റേജ് ദുർബലമെന്ന് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ട് പോലീസിന് കൈമാറി. ഇരുമ്പ് കാലുകൾ കോൺക്രീറ്റ് ഇഷ്ടികയ്ക്ക് മുകളിലാണ് ഉറപ്പിച്ചിരുന്നത്. കൈവരികൾ സ്ഥാപിക്കാതിരുന്നതും അപകടത്തിന് കാരണമായെന്നും റിപ്പോർട്ട്. കൂടാതെ അതേസമയം മൃദംഗാവിഷൻ മുഖ്യ ചുമതലക്കാരൻ നികോഷ് കുമാർ, ഓസ്കാർ ഇവൻറ്റ്സ് മാനേജ്മെൻറ്റ് നടത്തിപ്പുകാർ ജിനേഷ് എന്നിവർ ഇന്ന് കീഴടങ്ങിയേക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ഒരു കല്ലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLAക്ക് പരിക്ക് പറ്റിയ ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്, നിരവധി വാർത്തയുടെ അപ്ഡേറ്റുകൾ ഇന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനം മൃദംഗനാഥത്തിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നുള്ളത് തന്നെയല്ലേ? നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. അത് പൊതുമരാമത്ത് വകുപ്പിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ അവിടെ സ്റ്റേജ് നിർമ്മിച്ചതിലെ അപാകതകൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നു. മറുഭാഗത്ത് പോലീസ് എടുത്ത കേസുകളിൽ അത് വിശ്വാസവഞ്ചനയുണ്ട്, ഒപ്പം തന്നെ നരഹത്യാശ്രമത്തിനുള്ള കേസുണ്ട്, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ എടുത്ത കേസുകളുണ്ട്. അതിനുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. അതിനിടയിലാണ് കൂടുതൽ നടപടികൾ, ശക്തമായ നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ടുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു. പ്രധാനമായും ഈ നർത്തകരിൽ നിന്ന് അടക്കം പണം വാങ്ങിയ ശേഷം രജിസ്ട്രേഷൻ പണമായി വന്നിട്ടുള്ള ആ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. 3.5 കോടിയിലധികം രൂപ കളക്ട് ചെയ്തു എന്ന് തന്നെയാണ് മൃദംഗാവിഷൻ MD തന്നെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് 3.5 കോടിയിലധികം രൂപ കളക്ട് ചെയ്തു. അതിൽ 3,10,00,000 രൂപ തങ്ങൾക്ക് ചിലവായി എന്ന കാര്യമാണ് അവർ പറയുന്നത്. എന്നാൽ പരാതി നൽകിയ ആളുകൾ, വിശ്വാസവഞ്ചനയ്ക്ക് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ ബിജി എന്ന ഒരു രക്ഷകർത്താവ് നൽകിയ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ തുകയാണ് വാങ്ങിയത്. 2,000 രൂപ ആദ്യം തങ്ങളിൽ നിന്ന് വാങ്ങി, അതിനുശേഷം പിന്നീട് മറ്റേ വസ്ത്രങ്ങളുടെ പേരിൽ ഈ പണം വാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ വലിയ തുക ഇവർ കൈപ്പറ്റി എന്ന കാര്യമാണ് ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംഘാടകർക്കെതിരെ വിശ്വാസവഞ്ചനയ്ക്ക് കൂടി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. അവർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റേജ് അത് മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഉള്ളതായിരുന്നില്ല.
മുള കൊണ്ട് അതിൻ്റെ കൈവരികളും ഒപ്പം തന്നെ അതിന് ബലപ്പെടുത്തിയിരുന്നതും താഴത്ത് വെറും ഇഷ്ടിക കഷ്ണങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് അത് ബലപ്പെടുത്തിയിരുന്നത്. കൈവരികളില്ലാത്തതും ഇത്രയും വലിയൊരു അപകടത്തിന് കാരണമായി. കാരണം തൊട്ട് വലിയ താഴ്ചയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവിടെ കൈവരികൾ കെട്ടാൻ ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായില്ല. അവിടെയെല്ലാം എങ്ങനെ പണം ലാഭിക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റേജ് ഡെക്കറേഷനുമായി ബന്ധപ്പെട്ടും സ്റ്റേജ് അറേഞ്ച്മെന്റ്സുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിലടക്കം സാമ്പത്തികമായി തങ്ങളിലേക്ക് ലാഭം എത്തുന്ന വിധത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നത് മാത്രമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും നോക്കിയിരുന്നത്. അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ വീഴ്ചകൾ വലിയ തോതിൽ തന്നെ വരുത്തിയത്. ബാരിക്കേഡുകളടക്കം സ്ഥാപിക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഇല്ലാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇതിനിടയിലാണ് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നുമുള്ള ഒരു നിർദ്ദേശം ഈ 2 പേർക്ക് മൃദംഗ വിഷന്റെ ചുമതലക്കാരനായ നികേഷ് കുമാറിനും ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പുകാരൻ ജിനേഷിനോടും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവർ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് അന്വേഷണവുമായി ആദ്യം സഹകരിക്കുക, തുടർന്ന് നടപടികളിലേക്ക് കടക്കാമെന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കീഴടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ ചോദ്യം ചെയ്യലടക്കം നടപടികളിലേക്ക് തന്നെയായിരിക്കും പോലീസ് കടക്കുക. എന്നാൽ അവർ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് അടക്കം വിശദീകരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല. എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തിയ ശേഷമാണ് അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ തങ്ങൾക്ക് അനുവാദം നൽകിയത്. ഈ മെഗാ തിരുവാതിര നടത്തുന്നതിന് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള മെഗാ തിരുവാതിര നടത്തുന്നതിനുള്ള അനുമതി തങ്ങൾക്ക് ലഭിച്ചത്. അവിടെ സാധാരണ നിലയിൽ സ്റ്റേഡിയത്തിനകത്തേക്ക് അങ്ങനെ അനുവാദമില്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. അവിടെയാണ് തങ്ങൾ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അനുമതിയോടെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല ഈ പറയുന്ന രീതിയിലുള്ള പണപ്പിരിവ് നടത്തിയിട്ടില്ല. 2900 രൂപയാണ് ഓരോ ആളുകളിൽ നിന്നും പിരിച്ചത്. അത് വസ്ത്രങ്ങളുടെ ഈ നൃത്തത്തിനായി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ സാരിയുടെ എല്ലാം തന്നെ വില ചേർത്താണ് ഇത്തരം വാങ്ങി. 2 സാരിയും ഭക്ഷണവും അടക്കമാണ് ആ തുക. അതിലധികം തുക വാങ്ങിയിട്ടില്ല എന്ന കാര്യമാണ് അവർ വിശദീകരിക്കുകയും ചെയ്തത്. ഒരു ഭാഗത്ത് സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വിശദീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വന്നിട്ടുള്ള വലിയ വീഴ്ചകളും സാമ്പത്തിക ഇടപാടുകളിലും കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ തുക പറഞ്ഞതിലധികം അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതിലധികം വലിയ തുക ഇത്തരത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഡാൻസ് സ്കൂളുകളിൽ നിന്നും എല്ലാമായി പിരിച്ചതിന് ശേഷം യാതൊരു സൗകര്യങ്ങളും പോലും അവർക്ക് ഒരുക്കി കൊടുത്തില്ല എന്നത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും അന്വേഷണം നീങ്ങുന്നത്. ഒപ്പം തന്നെ ഉമാ തോമസിന് അപകടം പറ്റിയതിന് ഇടയാക്കിയ സാഹചര്യങ്ങളിൽ വധശ്രമത്തിലേക്ക് നയിച്ച ബന്ധപ്പെട്ട കേസുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ജാമ്യമില്ലാ വകുപ്പുകളിലാണ് ആ ഒരു കേസ് ഉള്ളത്. ജിജീഷ്, അതുപോലെ തന്നെ ഈ സംഘാടനത്തിൽ പിഴവില്ല എന്ന മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഈ അപകടത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരോട് സ്റ്റേജ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഒരു കുഴപ്പവുമില്ല, നല്ല ബലത്തിലാണ് സ്റ്റേജ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു എന്നുകൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി. ഇത് കഴിഞ്ഞ അധികമായിട്ടില്ല, അതിന് മുമ്പാണ് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് സ്റ്റേജ് ദുർബലമാണ് എന്ന്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മളുടെ ദൃശ്യങ്ങളിൽ അന്ന് തൊട്ടടുത്ത ദിവസം, ഈ അപകടത്തിൽ തൊട്ടടുത്ത ദിവസം നമ്മുടെ രേഷ്മ ബാബു ഓടുന്ന ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ ഒരു കോൺക്രീറ്റ് ഇഷ്ടികയ്ക്ക് മുകളിൽ ആണ് ഈ ഒരു സ്റ്റേജിൻ്റെ കാലുകൾ ഉറപ്പിച്ചിരുന്നത്. വെറും കോൺക്രീറ്റ് ഇഷ്ടികയ്ക്ക് മുകളിൽ വെറുതെ വെച്ചിരിക്കുന്നു, അത് വേറെ എങ്ങും ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് അന്ന് വ്യക്തമായിരുന്നു. ജിജീഷ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത് തുടക്കം മുതൽ തന്നെ ആ ഒരു സംഭവ സ്ഥലത്ത് എത്തുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു വീഴ്ച മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത്ര വലിയ ഒരു പരിപാടി നടക്കുന്നു, ആ സ്റ്റേജിൽ VIP ലോഞ്ചിലുള്ള സ്റ്റേജിൽ നിരവധി ആളുകൾ തിങ്ങി ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ ആളുകളെയാണ് അവർ പങ്കെടുപ്പിച്ചിരുന്നത്. എന്നാൽ അവിടെ ഏറ്റവും മുന്നിലത്തെ വരിയിൽ പോലും കസേരകൾ നിരത്തിക്കൊണ്ട് ഒരാൾക്ക് കടന്നു പോകാൻ അതേതാണ്ട് 50 സെന്റിമീറ്റർ എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പരിശോധിച്ചതിന് ശേഷം അവിടെ അളവുകൾ എടുത്തതിന് ശേഷം അവർ പറഞ്ഞത് 50 സെന്റിമീറ്റർ മാത്രമാണ് ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി ഉണ്ടായിരുന്നത്. ആ ഒരു വഴിയിലൂടെയാണ് ഈ വിശിഷ്ടാതിഥികളെല്ലാം തന്നെ കടന്നു വന്നത്. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം MLA അടക്കമുള്ള ആളുകൾ കടന്നു വന്നത്. അവിടേക്കാണ് വീണ്ടും നടന്നു പോകുന്ന വഴിക്ക് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. അങ്ങനെ ഒരാൾക്ക് കടന്നു പോകാൻ മതിയായ സ്ഥല സൗകര്യം പോലും ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന കാര്യം തന്നെയാണ്. എന്നാൽ നേരത്തെ തന്നെ സജി ചെറിയാനെതിരെ അല്ലെങ്കിൽ പാർട്ടി ബന്ധങ്ങൾ, ഈ സംഘാടകരുടെ പാർട്ടി ബന്ധങ്ങളും താല്പര്യങ്ങളും അവരോടുള്ള CPMന്റെ താല്പര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് നേരത്തെ തന്നെ ഉയർന്നിരുന്നു. സജി ചെറിയാന് ഇതിലുള്ള പ്രത്യേക താല്പര്യം എന്താണ് എന്നത് സംബന്ധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സംഘാടകർക്ക് ഇത്തരത്തിൽ അനുമതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിവേഗം ലഭിക്കുന്നതിന് എങ്ങനെയാണ് സാഹചര്യം ഒരുങ്ങിയത്
എന്ന കാര്യം പരിശോധിക്കണം. കാരണം ഇതിൻ്റെ മുഖ്യ സംഘാടകർ വീണ്ടും സബ്ബായിട്ട് മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. അവർ ഇതിൻ്റെ അനുമതികൾക്കായി ഓടി നടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചില അനുമതികൾ ലഭിക്കാതായതോടെ വീണ്ടും മറ്റ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇവന്റ് ഗ്രൂപ്പിന് തന്നെ ഇതിന്റെ സംഘാടക ചുമതല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകുന്നു. അവർ അതിവേഗത്തിൽ അത് പൂർത്തിയാക്കി എന്ന മറുപടിയാണ് പിന്നീട് ഈ ഒരു മുഖ്യ സംഘാടകർക്ക് അടക്കം അവർ നൽകുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ GCDയിൽ നിന്ന് അടക്കം ഇത്തരത്തിൽ അനുമതികൾ അതിവേഗത്തിൽ ലഭിച്ചത്? പൊതുമരാമത്ത് വകുപ്പിന്റെ പരിശോധനകൾ കൃത്യമായി നടന്നില്ലേ? ഈ പോലീസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പോലീസ് എന്ത് തരത്തിലുള്ള പരിശോധനയാണ് അവിടെ നടത്തിയത്? സ്റ്റേജിന്റെ സുരക്ഷ സംബന്ധിച്ച് പരിശോധനകൾ സാധാരണ നിലയിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നതാണ്. 11,600ഓളം പേർ അവിടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ നൃത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നേരിട്ട് മാത്രം എത്തുന്നുണ്ട്. അവരുടെ രക്ഷാകർത്താക്കളുണ്ട്, അടുത്ത ബന്ധുക്കൾ, അവർ ടിക്കറ്റ് അടിച്ച് വന്ന് അത്തരത്തിൽ ഗാലറിക്ക് ചുറ്റും ഇരിക്കുന്ന ആളുകളാണ്. അങ്ങനെ തിങ്ങി നിറഞ്ഞ് ആളുകൾ വരുന്ന ഒരു പശ്ചാത്തലമാണ് എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിട്ട് കൂടി അവിടെ വേണ്ട മതിയായ സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി തന്നെയുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. GCDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടെ സ്റ്റേഡിയത്തിന്റെ ചുമതലക്കാരിൽ നിന്ന് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. മുമ്പ് മറ്റു പരിപാടികൾ നടക്കുമ്പോൾ അത് കായിക മേളകളാണെങ്കിലും അതുമായി കലാപരിപാടികളാണെങ്കിലും എല്ലാം തന്നെ നടക്കുമ്പോൾ നേരിട്ട് തന്നെ ഉദ്യോഗസ്ഥരെത്തി പലവട്ടം അവരുടെ പരിശോധനകൾ നടത്താറുണ്ട്. ആ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ അനുമതികൾ നൽകാവൂ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എഞ്ചിനീയർ സസ്പെൻഷനിലാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടോ മേയറുമായിട്ടോ പോലും ഇത്തരം കാര്യങ്ങൾ അവർ സംസാരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു വലിയ ഒരു സംഘാടക സമിതി ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ടെന്നും വലിയൊരു പരിപാടി അവിടെ നടക്കാൻ പോകുന്നു എന്ന കാര്യമോ അതിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചില്ല എന്നത് തന്നെയാണ് ആ സസ്പെൻഷന് കാരണമായി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്നാൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വീഴ്ചകളുണ്ട്. ഇങ്ങനെ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് അനുമതി നൽകുന്നതിന് മുമ്പ് നിരവധി ഘട്ടങ്ങളിലൂടെയുള്ള പരിശോധനകൾ സാധാരണ നിലയിൽ സുരക്ഷാ പരിശോധനകൾ നടക്കണം, മറ്റ് അനുബന്ധ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. KSEBയുടെ അടക്കം അവിടെ അത്തരം കാര്യങ്ങളിലുള്ള സുരക്ഷ പരിശോധിക്കാറുണ്ട്. സുരക്ഷാ സൗകര്യങ്ങൾ പെട്ടെന്ന് ആംബുലൻസും ഫയർഫോഴ്സും അടക്കം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം, ഒരു അപകടം ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിവേഗം അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള എന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്തത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ നോക്കാറുണ്ട്. എന്നാൽ ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അതിവേഗം എല്ലാ അനുമതി പത്രങ്ങളും തങ്ങൾ വാങ്ങിയെടുത്തു എന്ന് ഏറ്റവും ഒടുവിൽ പോലും ഇതിന്റെ സംഘാടകർ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അനുമതി നൽകിയ സംഘാടകർക്ക് അല്ലെങ്കിൽ അധികൃതർക്കെതിരെ ആയിരിക്കണം കേസ് അല്ലെ ജിജീഷ്? ഈ പോലീസിന്റെ വീഴ്ച ജിജീഷ് തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ. ഇത്രയധികം ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ആളുകളെ കയറ്റി വിടുന്നതിൽ ഉൾപ്പെടെ പോലീസിന് പ്രത്യക്ഷത്തിൽ വീഴ്ച ഉണ്ടായി എന്നതും വ്യക്തമല്ലേ? ഒപ്പം തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഉമാ തോമസ് വേദിയിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അവിടെ നിന്ന് ഉമാ തോമസ് അപകടം സംഭവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതായത് ഉമാ തോമസിന് അപകടം സംഭവിക്കുന്ന ദൃശ്യങ്ങൾ. അതിൽ നിന്ന് കൃത്യമായി വ്യക്തമാണ് എത്രത്തോളമാണ് ആ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നത് എന്നുള്ളത്. കാരണം അവിടെ കൃത്യമായ ഒരു ബാരിക്കേഡ് സംവിധാനമില്ല. ഉമാ തോമസ് നടന്നു വരുന്നു. ആദ്യം ഇരിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് മന്ത്രി അടക്കമുള്ള ആളുകളുണ്ട്. അവരുടെ അടുത്തേക്ക് വിശേഷം ചോദിക്കുന്നതിന് വേണ്ടി നീങ്ങുമ്പോൾ അവിടെ മറ്റൊരാൾ നിൽക്കുമ്പോൾ അതിൽ വളരെ ചെറിയ സ്ഥലം, വളരെ കുറഞ്ഞ സ്ഥലം മാത്രമാണുള്ളത്. അവിടുന്ന് നേരെ കാൽവഴുതി താഴേക്ക് വീഴുന്ന ഒരു കാഴ്ച. അതായത് വളരെ ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്ന, കഷ്ടിച്ചൊരാൾക്ക് ഒരു വരി കസേര മാത്രം ഇടാൻ കഴിയുന്ന സ്ഥലത്ത് 2 വരി കസേര, അതിനു ശേഷം ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ്. അത്രയും സ്ഥലമുള്ളപ്പോൾ അവിടെ ഒരു ബാരിക്കേഡെങ്കിലും നിർബന്ധമായിട്ടും വെക്കേണ്ടതായിരുന്നു. ഈ സ്റ്റേജ് പണിയുമ്പോൾ എങ്ങനെയായിരിക്കണം മുൻനിര കസേരകൾ ഇട്ടിട്ടുണ്ടാവുക എന്നതുകൂടിയാണ്. ജീവൻ പണയം വെച്ച് ഇവരൊക്കെ ഇരുന്നോട്ടെ എന്ന് സംഘാടകർ നിശ്ചയിച്ചിട്ടുണ്ടാകും. ഒപ്പം തന്നെ നമ്മൾ GCDയുടെ ഒരു ഭാഗത്ത് നിന്ന് അവർ കൃത്യമായി ഇത്രയും ആളുകൾക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വേദി ഒരുക്കരുത് എന്ന് പറഞ്ഞിരുന്നു എന്ന് GCD ചെയർമാൻ തന്നെ പറയുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു സ്റ്റേഡിയമാണ്, ക്രിക്കറ്റും ഫുട്ബോളും അടക്കം ഉള്ള മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിനുള്ളിൽ വരെ, സ്റ്റേഡിയത്തിൻ്റെ നടുവിൽ വരെ ആംബുലൻസ് അടക്കമുള്ള എമർജൻസി വെഹിക്കിൾസിന് എത്തുന്നതിനുള്ള സജ്ജീകരണം കല്ലൂർ സ്റ്റേഡിയത്തിലുണ്ട്. പല ഫുട്ബോൾ മത്സരങ്ങൾക്കും നമ്മൾ കാണുന്ന താരങ്ങൾക്ക് അപകടം പറ്റുന്ന സമയത്ത് അവരെ അതിവേഗത്തിൽ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള എമർജൻസി ആംബുലൻസ് അടക്കമുള്ളവ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒത്ത നടുവിൽ വരെ എത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണം കല്ലൂർ സ്റ്റേഡിയത്തിലുണ്ട്. പക്ഷേ ഉമാ തോമസിൻ്റെ കാര്യത്തിൽ അവിടേക്ക് ആംബുലൻസ് എത്തിയില്ല. അവരെയും കൊണ്ട് മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ അവരെയും കൊണ്ട് പുറത്തെത്തുന്നു. പുറത്തുനിന്ന് ആംബുലൻസിലേക്ക്, അതായത് ഇത്രയും ക്രൂഷ്യൽ ഒരു അപകടം നടക്കുന്നു, ആദ്യ മിനിറ്റുകൾ
വളരെ നിർണായകമാണ്. ആ ഒരു ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇത്രയും ദൂരം പുറത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ തന്നെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സുരക്ഷാ കാര്യങ്ങളൊക്കെ വലിയ പിഴവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആൾക്കൂട്ടം വരുന്ന ഒരു സ്ഥലമാണ് എന്നത് കണ്ടിട്ട് പോലും ഇതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നതുകൂടിയാണ്. ജിജീഷ്, ഇനി അറിയാനുള്ളത് ഉമാ തോമസ് MLA ആരോഗ്യനിലയെക്കുറിച്ചാണ്. ഇപ്പോൾ എങ്ങനെയാണ് ആരോഗ്യം? ഇന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അനു, ഇന്ന് 10 മണിയോടുകൂടി തന്നെ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും. ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആരോഗ്യനിലയിൽ വലിയ തോതിലുള്ള പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ബുള്ളറ്റിനുകൾ വ്യക്തമാക്കുന്നതും. അതുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിന്റെ സുഹൃത്തുക്കളും പേജ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ നൽകിയിരിക്കുന്ന വിവരങ്ങളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് വലിയ ഒരു ആശ്വാസം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശരീരം ഈ മരുന്നുകളോട് കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഉമാ തോമസ് വേഗം സുഖം പ്രാപിച്ചു വരുന്നു എന്ന് തന്നെയാണ് നിരവധി ആളുകളുടെ പ്രാർത്ഥനകൾ. അല്ലെങ്കിൽ ഉമാ തോമസ് തിരികെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു പ്രാർത്ഥനകൾ ഉള്ളപ്പോൾ തന്നെയാണ് ഉമാ തോമസ് കൈകൾ അനയ്ക്കുന്നു. ആദ്യം വലിയ തോതിൽ ഗുരുതരാവസ്ഥയിലാണ് എന്നായിരുന്നു ഡോക്ടർമാർ അറിയിച്ചിരുന്നത്. കാരണം അടിയന്തര ശസ്ത്രക്രിയകൾ ആവശ്യമില്ലാത്ത ഒരു രോഗിയാണ് എന്ന ഘട്ടത്തിൽ പോലും മറ്റു തരത്തിൽ നോക്കുമ്പോൾ വലിയ തോതിൽ പൂർണ്ണമായും അപകടനില തരണം ചെയ്തിട്ടില്ല. വെന്റിലേറ്ററിൽ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം മാത്രമാണ് കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നാണ് ആദ്യ ദിവസം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ വലിയ ആരോഗ്യനിലയിൽ പുരോഗതികൾ ഉണ്ടാകുന്നുണ്ട്. മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നു, കൈ അനക്കുന്നു, ശരീരം കാലുകൾ അനക്കുന്നു, ശരീരം തന്നെ അനയ്ക്കാനും മകനോട് സംസാരിക്കാൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ ഉമാ തോമസിന്റെ ആരോഗ്യം വീണ്ടും കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു. അവർ ജീവിതത്തിലേക്ക് ശക്തമായി തന്നെ തിരിച്ചു വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കടന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കൂടുതൽ ദിവസം അതിസുരക്ഷാ വിഭാഗത്തിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ തുടരേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പല വിധത്തിലുള്ള ചികിത്സകൾ, എല്ലുകൾക്ക് പൊട്ടലുണ്ട്, ക്ഷതമേറ്റിട്ടുണ്ട് ശരീരത്തിനകത്ത്. അത്തരം കാര്യങ്ങളിലെല്ലാമുള്ള ചികിത്സകൾ തുടരേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ജിജീഷ്, ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ എത്രത്തോളം സംഘാടകരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എത്രത്തോളം അതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി വ്യക്തമാണ്. വീഴ്ച തന്നെയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്ന്, ഗുരുതരമായ വീഴ്ച, അലംഭാവം തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം. അവിടെ നിന്ന് താഴേക്ക് വീഴുമ്പോൾ കൃത്യമായി അവിടെ ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ സ്ലാബാണ് തൊട്ട് താഴെയുള്ളത്. സ്ലാബിലാണ് MLA തല ഇടിക്കുന്നത്. ഒരു ബാരിക്കേഡ്, ഒരു സംവിധാനവും ഇല്ല. തൊട്ടാൽ നീങ്ങുന്ന രീതിയിലുള്ള ക്യൂ മാനേജർ മാത്രമാണ് അവിടെ വെച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. സുരക്ഷ ഒരുക്കുന്നതിലെ പാളിച്ച, സംഘാടന പിഴവ് എന്നതിലുപരി എന്നത് മാത്രമല്ല സാമ്പത്തിക ചൂഷണം കൂടിയുണ്ട് നിഖിൽ. അതുമായി ബന്ധപ്പെട്ട് കൂടി ഈ ഒരു സംഭവം കൊണ്ടെത്തിക്കുകയാണ്. അതിന്മേലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ ബാങ്ക് അക്കൗണ്ട്. ഈ അപകടം നടന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പിനെ സംബന്ധിച്ച വാർത്ത ആരും അറിയാതെ പോയിരുന്നേനെ എന്നൊരു കാര്യം കൂടിയുണ്ട്. ശരി, എന്തായാലും നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. മറ്റൊരു അപകടത്തിന്റെ വാർത്തയിലേക്ക് കൂടിയാണ് നമുക്ക് പോകേണ്ടത്. കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതേസമയം ബസ്സിന് യന്ത്രത്തകരാറില്ലെന്ന് MVയുടെ പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ വാഹനത്തിന്റെ പരിശോധനയിൽ ബ്രേക്കിന് പ്രശ്നമില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധയെന്നും പ്രാഥമിക നിഗമനം. ബസ്സിന് തകരാർ ഉണ്ടായിരുന്നില്ലെന്ന് സ്കൂൾ മാനേജർ ജയകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ട്. ചെറിയ പിഞ്ചു മക്കളെ കൊണ്ടുപോകുന്ന വണ്ടിയില്ല, നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല അയാള്. അങ്ങനെ ഒരു തകരാറുണ്ടെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്യില്ല. ഒരു അങ്ങനെയില്ല, പ്രത്യേകിച്ച് അങ്ങോട്ടില്ല. ഏത് റൂട്ടിലായാലും നമ്മൾ വിടൂല്ല. RTO ഇന്നലെ വന്നില്ലായിരുന്നു, എൻഫോഴ്സ്മെന്റ്. ഇയാളെ കണ്ടിട്ടാ വന്നിനി. അയാള് പറഞ്ഞു വണ്ടി നോക്കി, വണ്ടിക്ക് ബ്രേക്ക് ഉണ്ട്, ഇയാള് ബ്രേക്ക് ചവിട്ടി അയാളുകൊണ്ട് ബ്രേക്കിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് അയാൾ നമ്മളോട് പറഞ്ഞു. അതുപോലെ ഇയാള് പിന്നെ തലേന്ന് എന്നാണ് പിന്നെ ന്യൂ ഇയറിന്റെ 1-2 മണി വരെ എല്ലാം ഓർക്കും ആഘോഷിച്ചിനെല്ലാം RTO പറയുന്നുണ്ടായി. എന്തായാലും ഈ അപകടം സംഭവിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലമെന്ന പ്രാഥമിക നിഗമനം വന്നിരിക്കുന്നു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, എന്തായാലും പക്ഷേ ആ അശ്രദ്ധ കൊണ്ടെത്തിച്ചത് ഒരു കുരുന്നിന്റെ ജീവൻ എടുത്തിട്ടാണ് എന്നതുകൂടിയാണ്. വിദ്യാർത്ഥി നേദ്യ S രാജേഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം 11 മണിയോടുകൂടിയായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. എന്തായാലും മിഥുൻ പിള്ളയിലേക്ക് നമുക്ക് വീണ്ടും എത്താം. മിഥുൻ, ഈ വാർത്തയുടെ വിശദമായ റിപ്പോർട്ട് ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാന
പ്രധാനം ഡ്രൈവറുടെ അശ്രദ്ധ എന്ന് പറയുമ്പോൾ ഇന്നലെ പുറത്തു വന്ന വാർത്ത അത് നിഖിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഈ ഒരു അപകടം നടക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് അദ്ദേഹം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു എന്നുള്ള വാർത്തയാണ്. അതായത് അപകടത്തിന് സെക്കൻഡുകൾക്ക് മുൻപ് മാത്രമാണ് അദ്ദേഹം വാട്സപ്പിൽ സ്റ്റാറ്റസ്, അതായത് ഈ ഒരു അപകടം നടന്ന സമയത്ത് ഡ്രൈവർ മൊബൈൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും അപകടത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ, അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അത്യന്തം നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. കാരണം ആ ഒരു സ്കൂൾ വാഹനം നിയന്ത്രണം വിട്ട് ഒരു മറിയുന്ന, തലകീഴായി മറിയുന്നു, ആ ഒരു ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നതാണ്. എന്തായാലും മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളായിരുന്നു. മിഥുൻ, എന്തായാലും ഈ ഒരു ബസ്സിന് യന്ത്ര തകരാറില്ലെന്ന് MVDയുടെ പ്രാഥമിക റിപ്പോർട്ടുണ്ട്. അപ്പോൾ തന്നെ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ വ്യക്തമാണ്. നിഖിൽ, അത് തന്നെയാണ് ഇപ്പോൾ MVDയുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. കാരണം ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ തന്നെയാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് പറയുന്നത്. ശ്രദ്ധ മാറുന്ന തരത്തിലുള്ള എന്തോ ഒരു പ്രവൃത്തി ഡ്രൈവർ ചെയ്തു എന്നൊരു വിലയിരുത്തൽ പൊതുവെ മോട്ടോർ വാഹന വകുപ്പിനുണ്ട്. അത് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഈ അന്വേഷണം നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടായെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ ശുപാർശ നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ MVD ഉദ്യോഗസ്ഥർ ഈ വാഹനം വീണ്ടും പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ ഒരു പരിശോധനയ്ക്ക് നേതൃത്വം നൽകുക. അതേസമയം ഈ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടായിരുന്നു എന്ന കാര്യം ഈ ഡ്രൈവർ സ്കൂളിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് ജിന്മയ സ്കൂളിന്റെ മാനേജറായ ജയകൃഷ്ണൻ അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയത്. അഥവാ എന്തെങ്കിലും തകരാറുള്ള കാര്യം ഡ്രൈവർ തങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ കൃത്യമായി നന്നാക്കേണ്ട പരിപാടികൾ ചെയ്തേനെ. കാരണം കുഞ്ഞു കുട്ടികൾ യാത്ര ചെയ്യുന്ന ബസ്സാണ്. കൃത്യമായി മാനേജ്മെന്റ് ഇടപെട്ട് അതിൽ കാര്യമായ ഇടപെടലുകൾ നടത്തി വാഹനം നന്നാക്കേണ്ട കാര്യങ്ങൾ ചെയ്തേനെ. എന്നാൽ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലും ഇത്തരത്തിലൊരു പരാതി ഇതുവരെ ഉയർന്നില്ല. ഈ അപകടത്തിന് ശേഷം മാത്രമാണ് ഇത്തരമൊരു പരാതി ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും ഈ മാനേജർ പറയുകയുണ്ടായി. മറ്റൊന്ന്, ഈ അപകടത്തിൽ മരിച്ച നേതിയാസ് രാജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. 11 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് നേദ്യ പഠിക്കുന്ന കുർമാത്തൂരിലെ ചിന്മയ വിദ്യാലയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. നിഖിൽ, ശരി മിഥുൻ, എന്തായാലും കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞുമൊക്കെ പോയ കുരുന്നുകൾ അപകടത്തിൽ പെട്ടു. അതിലൊരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം എന്ന് വ്യക്തമാണ്. എൻ്റെ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് തുടങ്ങാനിരിക്കുന്നത്. ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഒരുക്കങ്ങൾ എല്ലാം അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ 8-ാം തീയതി വരെ നടക്കുന്ന കലോത്സവത്തിൽ ആകെ 249 മത്സരങ്ങൾ ഉണ്ടാകും. നാളെ രാവിലെ 9 മണിക്ക് തട്ടത്തുമല സ്കൂളിൽ വെച്ച് സ്വർണ്ണക്കപ്പിന് സ്വീകരണവും നൽകും. എന്തായാലും വിപുലമായ ഒരുക്കങ്ങൾ നേരത്തെ നിഖിൽ പറഞ്ഞ പോലെ തന്നെ ടീം ജനവും സജ്ജമായി കഴിഞ്ഞു. ഈ കലാ കേരള കാഴ്ചകളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ പൂർണ്ണ സജ്ജമാണ്. തിരുവനന്തപുരത്ത് ഈ മെയിൻ വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മളുടെ ഒരു സ്റ്റുഡിയോയും ഉണ്ടാവും. ഒപ്പം തന്നെ ഇത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ ജനൻ TVയുടെ ഭാഗത്തു നിന്നുണ്ട്. സ്റ്റോൾ നമ്പർ 9-ലാണ് ജനൻ TV ഉണ്ടാവുക. അവിടെ നമ്മളുടെ പ്രധാനപ്പെട്ട ആങ്കർമാരൊക്കെ അവിടെ നിന്ന് വാർത്ത തത്സമയം അവതരിപ്പിക്കും. ഒപ്പം തന്നെ നമ്മളുടെ റിപ്പോർട്ടർമാരുടെ വലിയൊരു നിര തന്നെ ഈ ഒരു കലോത്സവത്തിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കാൻ മറ്റു വാർത്തകളോടൊപ്പം തന്നെ കലോത്സവത്തിൻ്റെ ഇത് ഒട്ടും ചോരാതെ തന്നെ, തനിമ ഒട്ടും ചോരാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മളും സജ്ജമായിട്ട്. കഴിഞ്ഞ വർഷത്തെ കൊല്ലത്തെ ആവേശ കാഴ്ചകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ അനന്തപുരിയിലേക്ക് എത്തുന്നത്. ഇത് മറ്റ് ഒരുപാട് കാരണങ്ങളാൽ വളരെ സവിശേഷതയുള്ളതാണ്. കാരണം ഈ പുതുവത്സരം പിറന്നതേ ഉള്ളൂ. അതെ, 4 ദിവസം ആവുന്നു. അപ്പോൾ ആ ദിവസമാണ് തുടങ്ങുന്നത്. ഇതിൽ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതിഷേധങ്ങളൊന്നും അനുവദിക്കില്ല
എന്ന് ഒരു പ്രതിഷേധങ്ങളും ഇത്തവണ കലോത്സവത്തിൽ അനുവദിക്കില്ല എന്നുള്ളത്. അത് പറയാൻ കാര്യം കായികമേളയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. മന്ത്രിമാർ അടക്കം ഇരിക്കുന്ന വേദിയിലേക്ക് പ്രതിഷേധവുമായി കുട്ടികളും വിദ്യാർത്ഥികളും ഒപ്പം തന്നെ രക്ഷിതാക്കൾ അധ്യാപകർക്ക് നിയന്ത്രണമുണ്ട്. അതെ, അപ്പീൽ നൽകുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്, ഒപ്പം തന്നെ പ്രതിഷേധിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. പ്രതിഷേധിച്ചാൽ അതിനെ ശക്തമായി നേരിടുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. നേരം തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി അതിൻ്റെ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ശാലിനി, കലാകേരളം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു മാമാങ്കം തിരുവനന്തപുരത്ത് തുടങ്ങാൻ ഇനിയൊരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. നിഖില, കഴിഞ്ഞ 62 വർഷങ്ങൾ കലോത്സവത്തിന്റെ 62 വർഷങ്ങളിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മികവുറ്റൊരു കലോത്സവം നൽകാനാണ് അനന്തപുരി തയ്യാറെടുക്കുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കലോത്സവത്തിന്റെ നടപടികളും അതിന്റെ ഒരുക്കങ്ങളും എല്ലാം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇത്തവണ പ്രധാന വേദി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, മുൻ വർഷങ്ങളിൽ കലോത്സവം നടക്കുമ്പോൾ പ്രധാന വേദി പുത്തരിക്കണ്ടം മൈതാനമായിരുന്നു, ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളതും അവിടെയായിരുന്നു. പക്ഷെ ഇത്തവണ പുത്തരിക്കണ്ടം മൈതാനത്താണ് പാചകപ്പുര അല്ലെങ്കിൽ കലവറ ഒരുക്കിയിട്ടുള്ളത്. പകരമായി സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഭാരതപ്പുഴ എന്ന പേരിൽ, നദികളുടെ പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴ വേദി ഒന്നായി അറിയപ്പെടും. ഇവിടെയാണ് 4-ാം തീയതി ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. 4-ാം തീയതി രാവിലെ 10 മണിയോടെയാണ് ഔദ്യോഗികമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമാകാൻ പോകുന്നത്. 70,000 അടി ഉയരത്തിലും ചതുരശ്ര അടി വിസ്തീർണത്തിൽ അവിടെ കലോത്സവ വേദി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ 10,000 ആളുകൾക്ക് ഒരേ സമയം വേദിയിൽ ഇരുന്ന് മത്സരങ്ങൾ കാണാനുള്ള അവസരം കൂടിയാണ് ആ വേദിയിലേക്ക് ഒരുക്കുന്നത്. ഒപ്പം തന്നെ ടെലിവിഷൻ ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ സ്റ്റോളുകൾ അവിടെ ഉണ്ടാകും. അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ വോളണ്ടിയേഴ്സ് ഉണ്ടാകും. ഇത്തവണ എല്ലാ രീതിയിലും മികവുറ്റൊരു കലോത്സവം സമ്മാനിക്കാൻ NTUവിന്റെ ദേശീയ അധ്യാപക പരിഷത്തിന്റെ അധ്യാപകരാണ് അതിന്റെ സംഘാടകരായി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. മീഡിയ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ അവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ മികവുറ്റൊരു കലോത്സവമാകാൻ അനന്തപുരി ഒരുങ്ങുകയാണ്. ഇന്നലെയാണ് പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഒരുക്കിയിരുന്ന പാചകപ്പുരയുടെ ഔദ്യോഗികമായിട്ടുള്ള പാലുകാച്ചൽ ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചത്. ഇനിയിപ്പോൾ സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്തേക്ക് എത്താൻ കാത്തിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് ഓരോ ജില്ലകളിലും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. അതിന്റെ സ്വീകരണ ചടങ്ങിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഒപ്പം തന്നെ കലോത്സവം വരവറിയിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളും ഒപ്പം തന്നെ അതിന്റെ പ്രകടനങ്ങളും ഒക്കെയായി തലസ്ഥാനം വലിയ രീതിയിലുള്ള ആഘോഷ പെരുമയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇനി 5 ദിവസം, 4-ാം തീയതി മുതൽ 5 ദിവസം അനന്തപുരിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങൾ ഒഴിവാക്കി കുറ്റമറ്റ രീതിയിൽ കലോത്സവം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളത്ത് നടന്ന കായികമേളയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോയ പശ്ചാത്തലം, സമാപന സമ്മേളനത്തിൽ പ്രതിഷേധമടക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തവണ പരാതിരഹിത കലോത്സവമാക്കി ഇത്തവണ മാറ്റുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പരാതികൾ അറിയിക്കാനുണ്ടെങ്കിൽ അത് കോടതി വഴിയായിരിക്കണം. പ്രത്യക്ഷമായി വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു സമരമോ അത്തരത്തിലുള്ള പരിപാടികളോ വേണ്ട. അങ്ങനെ പരിപാടികൾ നടത്തുകയാണെങ്കിൽ, പ്രതിഷേധം സംഘടിപ്പിക്കുകയാണെങ്കിൽ അധ്യാപകർക്കും ഒപ്പം തന്നെ ഈ നൃത്ത അധ്യാപകർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. കൂടാതെ ജഡ്ജസ്മാരുടെ കാര്യത്തിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പണം വാങ്ങിക്കൊണ്ടും കൃത്യമായ ജഡ്ജിങ് നടത്തുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നൊരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ഇത്തവണ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഓരോ ജഡ്ജസും ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഗ്ലാമർ പോരാട്ടങ്ങൾ നടക്കുന്ന നൃത്തം വിഭാഗങ്ങളിലൊക്കെ അത്തരത്തിൽ പ്രത്യേക കരുതൽ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ജഡ്ജസ്മാരുടെ നേർക്ക് ഉണ്ടായിരിക്കും. എന്തായാലും കുറ്റമറ്റ രീതിയിൽ പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഇല്ലാത്തൊരു കലോത്സവത്തിനായി കാത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഒപ്പം തന്നെ അനന്തപുരിയിലേക്ക് എത്തുന്ന കുരുന്നുകളെയും വിദ്യാർത്ഥികളെയും ഒക്കെ സ്വീകരിക്കാനായി തലസ്ഥാന നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വാഹന സർവീസ്, KSRTC, ഒപ്പം തന്നെ മറ്റ് ടാക്സി സർവീസുകൾ, ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവർ ഒരുങ്ങിക്കഴിഞ്ഞു. നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 2014 ശേഷം ഏകദേശം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അനന്തപുരിയിലേക്ക് ഒരു കലാമാമാങ്കം എത്തുന്നത്. ആ മാമാങ്കം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം തലസ്ഥാനവാസികളും. നിഖില. ശരി ശാലിനി. എന്തായാലും മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം കലോത്സവം തീരുന്നത് 8-ാം തീയതിയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഉത്സവം കൂടി തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നുണ്ട്. 7-ാം തീയതി അന്താരാഷ്ട്ര പുസ്തകോത്സവം നിയമസഭയിൽ ആരംഭിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് ഇനി അങ്ങോട്ട് ഉത്സവ ആണ് എന്ന് പറയാൻ സാധിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാൻ കഠിന പ്രയത്നത്തിലാണ് പാലക്കാട് ആലത്തൂർ ഗുരുകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ. തുടർച്ചയായി 11 തവണ കലോത്സവങ്ങളിൽ മികച്ച സ്കൂളിനുള്ള കപ്പ് സ്വന്തമാക്കിയത് ഗുരുകുലമാണ്.
12ാം തവണയും മത്സരത്തിന് ഇറങ്ങുമ്പോൾ കപ്പിൽ കുറഞ്ഞതൊന്നും ഈ സ്കൂളിന്റെ മുമ്പിലില്ല. വേലകളുടെ നാട്ടിൽ നിന്നും കലയുടെ പൂരത്തിനൊരുങ്ങുകയാണ് ഗുരുകുലത്തെ കുട്ടികൾ. സ്കൂളിലെ ക്ലാസ് മുറികളിലാണെങ്കിലും പുറത്തെ ഗ്രൗണ്ടിലാണെങ്കിലുമൊക്കെ ഇപ്പോൾ അവസാനവട്ട പരിശീലനത്തിന്റെ മുഴക്കമാണ്. ോളം ഇനങ്ങളിലാണ് ഗുരുകുലത്തെ കുട്ടികൾ മത്സരിക്കുന്നത്. വാളും പരിചയും കയ്യിലേന്തി ആശാൻ ചൊല്ലുന്ന പാട്ടിന്റെ ഈണത്തിൽ കളരിച്ചുവടുകൾ വെച്ച് നൃത്തം ചെയ്ത് മെയ്വഴക്കം അവസാന ഘട്ടത്തിലും പരിശോധിക്കുകയാണ് പരിചമുട്ടുകാർ. സംഘനൃത്തവും ഓർക്കസ്ട്രയുമെല്ലാം കുട്ടികൾ അവസാനം ഒന്നുകൂടി പരിശീലിച്ചു നോക്കുകയാണ്. ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുന്നിലില്ല. പ്രതീക്ഷയുണ്ട്. കുറേ ഐറ്റം നമുക്ക് ജില്ലാതലത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കപ്പ് ലഭിക്കും എന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തവണ ഞങ്ങൾ നല്ല പ്രതീക്ഷയോടാണ് പോകുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞൊരു 11 കൊല്ലമായി ഞങ്ങൾ ആ ഒരു ചരിത്ര നേട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണയും അതേ ചരിത്ര നേട്ടം ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും. പുതിയൊരു ചരിത്രം 12ാമത് തവണയും ഞങ്ങൾ കപ്പ് മേടിക്കും എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റിലാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ 200ഓളം ഞങ്ങൾ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് ഈ കലോത്സവത്തിന് വേണ്ടി പോകുന്നവർ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഒറ്റ മൈൻഡേ ഉള്ളൂ, ഈ 12ാമത് തവണയും ഞങ്ങൾ കപ്പ് മേടിക്കും എന്നുള്ള. ഇപ്രാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന പോലെ 12ാം തവണയും ബെസ്റ്റ് ഹൈസ്കൂൾ, ബെസ്റ്റ് ഹയർ സെക്കൻഡറി ആൻഡ് ബെസ്റ്റ് സാൻസ്ക്രിറ്റ് കപ്പ്, അത് ഞങ്ങളുടെ കുറേ വർഷത്തെ സ്വപ്നമാണ്. അത് ഇപ്രാവശ്യം സാക്ഷാത്കരിച്ചിരിക്കും. ആത്മവിശ്വാസം മാത്രമല്ല കഠിനാധ്വാനം കൂടിയാണ് ഗുരുകുലത്തെ കഴിഞ്ഞ 11 തവണ ഒന്നാമതെത്തിച്ചത്. ഇത്തവണയും ആ ചരിത്രം ആവർത്തിക്കാനാണ് കുട്ടികൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത്. പന്ത്രണ്ടാം തവണയും കപ്പ് നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഗുരുകുലത്തിലെ കുട്ടികൾ. ഏതായാലും ഇത്തവണ കലോത്സവത്തിന് പോരാട്ടം കൂടുതൽ കനക്കുമെന്ന കാര്യം ഉറപ്പാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. കഴിഞ്ഞ 11 വർഷം ഒന്നാം സ്ഥാനത്തെത്തിയ സ്കൂളാണ്. 12ാം വർഷവും ഒന്നാം സ്ഥാനത്തെത്തിയുള്ള കഠിന പ്രയത്നത്തിലാണ് ഗുരുകുലമുള്ളത്. ഗുരുകുലം പോലെ തന്നെ നിരവധി സ്കൂളുകൾ സംസ്ഥാനത്തുണ്ട്. ഇതുപോലെ കഴിഞ്ഞ അവരുടെ ഒരു വർഷത്തെ കഠിന പ്രയത്നമാണ് ഈ 4-ാം തീയതി ആരംഭിക്കുന്ന സ്കൂൾ കലോത്സവം എന്ന് തന്നെ നമുക്ക് പറയാം. ഗുരുകുലം ആ ഒരു കപ്പ് നിലനിർത്തുമോ, ഇനി മറ്റു സ്കൂളുകൾക്ക് വിട്ടുകൊടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നേരത്തെ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ നിന്ന് അയ്യൻ്റെ പൂങ്കാവനത്തിലേക്ക് എത്തിയ കണ്ണൂർ കൊട്ടിയൂർ സ്വദേശി ഭരതൻ സ്വാമിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാടും മേടും താണ്ടി കല്ലും മുള്ളും ചവിട്ടി രാമജന്മഭൂമിയിൽ നിന്നും അയ്യൻ്റെ പൂങ്കാവനത്തിലേക്ക്. എൺപത്തിമൂന്ന് ദിവസത്തെ യാത്ര, പല ദേശങ്ങൾ കടന്ന പല വഴികൾ താണ്ടി അയ്യപ്പസ്വാമിയെ കാണാൻ. രാമനാമം ജപിച്ചും ശരണമന്ത്രം വിളിച്ചും 18ാം പടി ചവിട്ടി തത്വമസി പൊരുളായ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ.
പിന്നെ സർവ്വതും സമർപ്പിച്ച് ഭഗവാനെ തൊഴുത് പ്രസാദം വാങ്ങി. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വാക്കുകളിലാണ് അയ്യപ്പസ്വാമിയെ കണ്ടതിൻ്റെ സന്തോഷം ഭരതൻ സ്വാമി പങ്കുവയ്ക്കുന്നത്. ഞാൻ സെപ്റ്റംബർ 25 ട്രെയിനിന് പോയി. ഒക്ടോബർ 4 കെട്ട് നിറച്ച് അയോധ്യയിൽ നിന്ന് പാദയാത്രയായി ഇറങ്ങുകയാണ് ചെയ്തത്. 1999 മുതൽ 23 വർഷമായി പല ഭാഗങ്ങളിൽ നിന്നായി കാൽനടയായിട്ടാണ് അയ്യപ്പസ്വാമിയെ കാണാനെത്തുന്നത്. അടുത്ത വർഷവും കാണാൻ കഴിയണമെന്ന പ്രാർത്ഥനയോടെ നിറഞ്ഞ മനസ്സോടെ താനാകുന്ന തത്വമസി പൊരുളായി ഭരതൻ സ്വാമി മടങ്ങി. അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം. 83 ദിവസം എടുത്തുകൊണ്ട് അയോധ്യയിൽ നിന്ന്, ശ്രീരാമഭൂമിയിൽ, ജന്മഭൂമിയിൽ നിന്ന് അയ്യൻ്റെ മണ്ണിലേക്ക് അയ്യനെ കാണാനായി എത്തിയ ഭരതൻ സ്വാമി. അദ്ദേഹം എനിക്കൊന്ന് കഴിഞ്ഞ വർഷം മൂകാംബികയിൽ നിന്നാണ് കെട്ട് നിറച്ച് എത്തിയത്. ഓരോ വർഷവും ഓരോ പുണ്യ സ്ഥലങ്ങളിൽ നിന്ന് കെട്ട് നിറച്ച് കാൽനടയായി സന്നിധാനത്തേക്ക് എത്തുകയാണ് അദ്ദേഹം ഇപ്പോൾ അഖിൽ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരാഗ്രഹമേ ഉള്ളൂ, അടുത്ത വർഷവും ഇതുപോലെ വന്ന് അയ്യനെ കാണണേ എന്നുള്ളത്. 23 വർഷമായി അദ്ദേഹം കാൽനടയായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അയ്യനെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കിടക്കാം. പുതുവർഷ ദിനത്തിൽ വാർഷിക കലണ്ടർ നിർമ്മിച്ചിരിക്കുകയാണ് ഒരു സർക്കാർ വിദ്യാലയം. കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികളാണ് സ്കൂളിൻ്റെ ഒരു വർഷത്തെ നേട്ടങ്ങൾ ഉൾപ്പെടുത്തി ഈ കലണ്ടർ നിർമ്മിച്ചത്. 2024 പ്രവേശനോത്സവം മുതൽ ഡിസംബർ 31 വരെ സ്കൂളിൽ നടന്ന എല്ലാ പരിപാടികളുടെയും ഫോട്ടോകൾ, പത്രക്കട്ടിങ്ങുകൾ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുവിദ്യാലയത്തിന്റെയും വിദ്യാർത്ഥികളുടെയും കഴിവ് സ്കൂളിന് പുറത്തെത്തിക്കുക എന്ന ലക്ഷ്യമാണ് കലണ്ടറിന് പിന്നിൽ. PTA-യും പ്രധാന അധ്യാപികയുടെയും ആശയമാണ് കുട്ടികൾ ഏറ്റെടുത്തത്. കലണ്ടറിന്റെ പ്രകാശനം കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുക്കം ഉപജില്ല AEOയ്ക്ക് നൽകി നിർവഹിച്ചു. മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാണ് പ്രവർത്തനമെന്ന് AEO പറഞ്ഞു. വളരെ മനോഹരമായ ഒരു കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. അവരുടെ കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അത് കലണ്ടർ ഉള്ളത്. ഇത് ഈ ഒരു പ്രവർത്തനം, അതായത് ഒരു കലണ്ടർ നിർമ്മാണം എന്നുള്ളത് മറ്റേതൊരു സ്കൂളുകൾക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. കലണ്ടറിന്റെ 1000 കോപ്പികളാണ് അച്ചടിച്ചത്. സ്കൂളിലെ 450ഓളം കുട്ടികൾക്ക് വീടുകളിലേക്ക് കലണ്ടർ കൊടുത്തയച്ചു. ബാക്കിയുള്ളത് സമീപത്തെ വീടുകളിലേക്കും സർക്കാർ സ്ഥാപനങ്ങളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എത്തിക്കാനാണ് തീരുമാനം. ജനം, കോഴിക്കോട്. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കൊച്ചുമിടുക്കിയുടെ നേട്ടത്തിൻ്റെ കഥയാണ് ഇനി പറയാനുള്ളത്. ഇത്തവണത്തെ ഇൻ്റർനാഷണൽ സൂപ്പർ മോഡൽ അവാർഡ് 4 വയസ്സുകാരി വൈദേഹി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. മലേഷ്യയിലെ പുത്രജയിൽ നടന്ന മത്സരത്തിൻ്റെ 4 വിഭാഗങ്ങളിലും മികച്ച പ്രകടനമാണ് വൈദേഹി കാഴ്ചവെച്ചത്. തൃശ്ശൂർ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി. തീരെ ചെറുപ്പത്തിൽ തന്നെ മോഡലിങ്ങിന് താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് മാതാപിതാക്കൾ വൈദേഹിയെ കൊച്ചിയിലെ സ്ഥാപനത്തിൽ മോഡലിംഗ് പരിശീലനത്തിന് ചേർത്തത്. മലേഷ്യൻ ടൂറിസ്റ്റ് വകുപ്പും അലിസ്റ്റ് മലേഷ്യ അക്കാദമിയും ചേർന്ന് നടത്തിയ ഇന്റർനാഷണൽ നെക്സ്റ്റ് മോഡൽ 2024 മത്സരത്തിലാണ് 6 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ നെക്സ്റ്റ് ടോപ്പ് മോഡൽ ചാമ്പ്യൻഷിപ്പും ഇന്റർനാഷണൽ സൂപ്പർ മോഡൽ അവാർഡും വൈദേഹി കരസ്ഥമാക്കിയത്. ഡെനിം, ഫ്യൂച്ചറിസ്റ്റിക്, കൾച്ചറൽ, ഫാഷൻ ബോൾ തുടങ്ങിയ 4 വിഭാഗങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഈ മിടുക്കി അവാർഡിനർഹയായത്. ബാലിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ മോഡലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും വൈദേഹി യോഗ്യത നേടിയിട്ടുണ്ട്. എത്ര ട്രോഫി കിട്ടി മൊത്തത്തിൽ? 5 ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടം എന്താ? ഡാൻസ്, മോഡലിംഗ്, ഡോക്ടറാണെന്ന് ആഗ്രഹം. കേരള കാർഷിക സർവകലാശാലയിൽ ഫിനാൻസ് വിഭാഗത്തിലെ ജീവനക്കാരനായ പ്രശാന്തിൻ്റെയും മുള്ളൂർക്കര NSS ഹൈസ്കൂളിലെ അധ്യാപിക ഷീബയുടെയും മകളാണ് വൈദേഹി. കുടുംബത്തിന്റെ പിന്തുണ തന്നെയാണ് വൈദേഹിയുടെ കരുത്ത്. മോഡലിംഗിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് പാട്ട്, ഡാൻസ്, കലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ താല്പര്യമുള്ളതായി പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പാട്ട് പാടുന്ന സമയത്താണെങ്കിൽ താളം പിടിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്യുന്ന കണ്ടപ്പോൾ ഇവിടെ തൃശ്ശൂർ ഫാഷൻ സൂമിൻ്റെ ഒരു മോഡലിംഗ് മത്സരം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇൻസ്റ്റാ പേജിൽ കണ്ടതാണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, അങ്ങനെ
3 വയസ്സായപ്പോൾ കൊണ്ടുപോയപ്പോൾ ആൾക്ക് ആ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത ചെറിയ ചെറിയ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോയി. മത്സരങ്ങൾക്ക് പോയിട്ടില്ല, ഡിസൈൻ ഷോസ് പോയി. പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം നിരവധി സമ്മാനങ്ങളാണ് ഈ കൊച്ചുമിടുക്കി വാരിക്കൂട്ടിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് VM മനുകൃഷ്ണനോടൊപ്പം ആനന്ദ് പുതൂർ, ജനം. കാലിക്കറ്റ് സർവകലാശാലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ സാധിക്കുന്ന വസ്ത്രധാരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് VCക്ക് നൽകിയ കത്തിൽ തീരുമാനമായില്ല. മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജിൽ പൂർണ്ണമായി മുഖം മറച്ച് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളോട് കോളേജിൽ നിഖാബ് അനുവദിക്കില്ലെന്ന് പറഞ്ഞ പ്രിൻസിപ്പലിന്റെ നടപടി വിവാദമായതോടെയാണ് AK അനുരാജ് വൈസ് ചാൻസലർക്ക് കത്ത് എഴുതിയിരുന്നത്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, വിശദാംശങ്ങൾ. കഴിഞ്ഞ മാസം 6-ാം തീയതിയായിരുന്നു PSMO മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജിൽ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ പുറത്തു നിന്നെത്തിയ ഈ ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസത്തിന്റെ പരീക്ഷാ കേന്ദ്രങ്ങളൊക്കെയാണ് മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജ്. ആ കോളേജിലേക്ക് പുറത്തു നിന്നുള്ള ഒരു 35ഓളം വിദ്യാർത്ഥിനികൾ നിഖാബ് ധരിച്ച് കോളേജിനകത്തേക്ക് വരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളെ പൂർണ്ണമായി തിരിച്ചറിയാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ച ശേഷം പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു, ഇനി ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പൂർണ്ണമായും മുഖം മറച്ച് ആളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കോളേജിനകത്ത് അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നത് അനുവദിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മാതാപിതാക്കളെയും കാര്യങ്ങൾ ധരിപ്പിച്ച് ആ രീതിയിലുള്ള വസ്ത്രധാരണം ധരിച്ചു വേണം കോളേജ് PSMO കോളേജിലേക്ക് വരാൻ എന്ന കാര്യം ആ വിദ്യാർത്ഥിനികളെ ധരിപ്പിച്ചു. എന്നാൽ അതിനുശേഷം ആ വിഷയം വലിയ വിവാദമായി. സുന്നി സംഘടനകൾ SKSSF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ പ്രിൻസിപ്പാൾ ഡോക്ടർ അസീസ് ആണ്, അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള AK അനുരാജ് വിഷയത്തിൽ ഇടപെടുകയും പ്രിൻസിപ്പാളിനെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വൈസ് ചാൻസലർക്ക് ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കത്തെഴുതുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ കത്തെഴുതിയതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ PSMO കോളേജിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം 2 ആഴ്ചകൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയ ബിരുദദാന ചടങ്ങിലും ഇത്തരത്തിൽ മുഖം മറച്ചുകൊണ്ട് ആളുകളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ബിരുദദാന ചടങ്ങിന്റെ ഭാഗമായി സർട്ടിഫിക്കറ്റുകൾ വാങ്ങി തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ആൾമാറാട്ട സാധ്യതകളൊക്കെ ധാരാളം ഉള്ളതാണെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്തും സംസ്ഥാനത്തും നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നും ഈ PSMO കോളേജിന്റെ പ്രിൻസിപ്പാളും AK അനുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മതപരമായ വിഷയമോ മറ്റൊന്നുമല്ല, ഇത് വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇതിനെ മതപരമായി അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല ഒരു കാര്യമാണ് ഈ ഡോക്ടർ അസീസും ഈ AK അനുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. ഹിജാബോ അല്ലെങ്കിൽ പർദ്ദയോ ധരിക്കുന്നതിനൊന്നും ഒരു വിലക്കുമില്ല, മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും വിലക്കില്ല. പക്ഷെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് കോളേജിനകത്ത് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ മറ്റു പരിപാടികളുടെ ഭാഗമൊക്കെ ആകുമ്പോൾ അതിനൊരുപാട് ആൾമാറാട്ട സാധ്യതകളുണ്ട്. അതിൽ നിന്നും കുട്ടികളെ നീക്കി നിർത്താനും ഈ പരീക്ഷകളുടെയും മറ്റും സുഗമമായ നടത്തിപ്പിനുമാണ് ഈ രീതിയിലുള്ള ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നതെന്നാണ് AK അനുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ശരി ഗൂഗിൾ. റിപ്പോർട്ടുകൾ നോക്കേണ്ടതുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനായി നമ്മളൊക്കെ സാധാരണ പോകാറുള്ള കടകളിൽ ഒരു കച്ചവടക്കാരൻ ഉണ്ടാകുമല്ലോ. എന്നാൽ വിൽപ്പനയ്ക്കായി ആരുമില്ലാത്ത ഒരു ആളില്ല കടയുണ്ട് കൊല്ലം പാരിപ്പള്ളിക്ക് സമീപം. വേളമാനൂരിലെ കൗതുകരമായ ആ കൊച്ചു കടയിലേക്കൊന്ന് പോയി വരാം. ഇതാണ് വേളമാനൂരിലെ ആളില്ല കട. ആവശ്യക്കാർക്ക് ഇവിടെ എത്തിയ ശേഷം സാധനമെടുത്ത് പണം അവിടെ വെച്ച് തിരികെ മടങ്ങാം. അതാണ് ഈ കടയുടെ ഒരു രീതി. ഭക്ഷണത്തിനാവശ്യമായ മത്തങ്ങയും തേങ്ങയും ചേനയും ഒക്കെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി മിഠായികളും വായിക്കുന്നവർക്ക് വേണ്ടി പുസ്തകങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. 2 വർഷമായി ഭൂമിക്കാരനാണ് ഈ കട നടത്തി വരുന്നത്. ഒരു 4 വർഷമായി കട നടത്തി. അത് പിന്നെ നിന്നുപോയി. സംസ്കരണ ചെടി വലിയ കിട്ടിയപ്പം അത് നിർത്തിയിട്ടാണ് പോയത്.
പിന്നീട് ഇപ്പോൾ 2 വർഷമായി ഈ കട തുടങ്ങിയിട്ട്. ആരും അന്യരല്ല, ആരുടെയും സ്വന്തമല്ല, എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെടാണ് എന്ന കാഴ്ചപ്പാടിലാണ് ഇത്ര ഒരു സംഭവം തുടങ്ങിയത്. കട ഞങ്ങൾ രാവിലെ തുറന്നു വയ്ക്കും, ഉള്ള സാധനങ്ങൾ ആൾക്ക് എടുക്കാം, കാശുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. കൃത്യമായ വില നമ്മൾ ഇട്ടിട്ടില്ല. അവർക്ക് സാമാന്യ നാട്ടിലൊക്കെ അറിയാം അതിൻ്റെ ഉദ്ദേശ വില. ആ വിലയിൽ മിതമായി അവർക്ക് തോന്നുന്ന വില അത് വയ്ക്കാം. ഇത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. ഒരു കച്ചവടക്കാരനില്ലാതെ ഒരു സ്ഥാപനത്തിൽ വന്നാൽ അവിടെ അവർക്ക് ഇതിന് തക്കതായ ഒരു തുക ഇട്ട്, അല്ലെങ്കിൽ അവരെ കണ്ട് ഒക്കുന്ന കണക്ക് അവരുടെ കയ്യിലുള്ളത് ഒരു തുക ഇട്ട് ഒരു സാധനം എടുക്കണം എന്ന് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശമാണ്. ഒരുപാട് പേര് നല്ല ആശയങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞത് ഒരു ജനങ്ങളിലുള്ള നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾ ഈ ആളിലക്കട. കാരണം ഒരു സാധനം എടുത്തിട്ട് കുറച്ച് തുക ഇടുന്നവരുണ്ട്, പിന്നെ അതിനുള്ള കൂടുതൽ തുക ഇട്ട് ആ സാധനം എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്, പിന്നെ തീരെ പൈസ ഇടാത്തവരുണ്ട്. അപ്പം ജനങ്ങളിലുള്ള നന്മയും തിന്മയും തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടിയാണ് ഞങ്ങൾക്ക് ഒരു വേദി. ഇതുവഴി പോകുന്ന ചിലരെങ്കിലും ഈ കടയിൽ കയറുന്നുണ്ട്. സാധനമെടുത്ത ശേഷം ചിലരൊക്കെ പണം വയ്ക്കും, ചിലർ പണം വയ്ക്കാതെയും മടങ്ങും. എന്തായാലും ഈ പൊതുസമൂഹത്തിന് ഈ കാലഘട്ടത്തിൽ ഒരു സന്ദേശം നൽകുകയാണ് ആളില്ലാ കടയിലൂടെ ഈ കുടുംബം. ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. നമുക്കിനി കായിക വാർത്തകളിലേക്ക് കൂടി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് തകർപ്പൻ ജയം. ബ്രെൻഫോർഡിനെ അവരുടെ മൈതാനത്ത് 1-3 ഗോളിന് ആഴ്സണൽ തകർത്തു. ഈ ജയത്തോടെ ലീഗിൽ 2ാം സ്ഥാനത്തേക്കും ആഴ്സണൽ മുന്നേറിയിട്ടുണ്ട്. ഗബ്രിയേൽ ജീസസ്, മിഖേൽ മെറിനോ, ഗബ്രിയേൽ മാർട്ടിനെല്ലി എന്നിവരാണ് ആഴ്സണലിനായി ഗോൾ നേടിയത്. മറ്റന്നാൾ ബ്രൈറ്റനെതിരെയാണ് ആഴ്സണലിന്റെ അടുത്ത മത്സരം. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ 5ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ സിഡ്നിയിൽ ആരംഭിക്കും. നാളെ 4ാം മത്സരത്തിലെ കൂറ്റൻ ജയത്തോടെ ഓസ്ട്രേലിയ പരമ്പര 2-1 മുന്നിലാണ്. ആദ്യ ടെസ്റ്റിലെ പരാജയത്തിന് ശേഷമാണ് ഓസീസ് 2-4 ടെസ്റ്റുകൾ ജയിച്ച് ലീഡെടുത്തത്. മെൽബൺ ടെസ്റ്റിലെ ടീമിൽ ഇന്ത്യ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ ഇന്ത്യക്ക് 5ാം മത്സരത്തിൽ ജയം അനിവാര്യമാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട 1-2 അപ്ഡേറ്റുകൾ കൂടിയുണ്ട്. ഓസീസ് ടീമിൽ മിച്ചൽ മാർഷ് ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്ലേയിങ്ങിൽ നിന്ന് മിച്ചൽ മാർഷിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലേക്ക് വന്നാൽ ഗൗതം ഗംഭീർ അല്പം സമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഗംഭീർ പറഞ്ഞത് അടുത്ത മത്സരത്തിൽ ശക്തമായി തിരിച്ചു വരും എന്ന് ഗംഭീർ പറഞ്ഞിട്ടുണ്ട്. ടീമിൽ കാര്യമായ മാറ്റം വരുമോ എന്ന് നാളെ പ്ലേയിങ്ങിലോൾ വരുമ്പോൾ മനസ്സിലാകും എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്, അതായത് രോഹിത് ശർമ്മയും കോഹ്ലിയെ സംബന്ധിച്ച കാര്യത്തിന് അവരുടെ റിട്ടയർമെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഗംഭീർ മറുപടിയായി പറഞ്ഞത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, അവരുമായി സംസാരിച്ചത് അടുത്ത മത്സരത്തെക്കുറിച്ച് മാത്രമാണ് എന്നുകൂടി ഗംഭീർ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സിഡ്നിയിലെ പിച്ചാണ്, ആരെ തുണയ്ക്കും എന്ന് നമുക്ക് കാണാം. നമുക്കൊരു കല്യാണത്തിൻ്റെ വിവാഹത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വിശേഷമാണ്. ജനം TV വീഡിയോ എഡിറ്റർ ഹരിശങ്കറിനും ശ്രീജ ശ്രീകുമാറിനും വിവാഹ മംഗളാശംസകൾ. വിവാഹം ഗുരുവായൂർ ക്ഷേത്ര നടയിലാണ്. ഗുരുവായൂർ അമ്പല നടയിൽ. ശരി, ഓൾ ദ ബെസ്റ്റ് ഹരിശങ്കർ ആൻഡ് ശ്രീജ. എന്തായാലും പുത്തൻപുലരുടെ സമയം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. സംഭവബഹുലമായൊരു വാർത്താ ദിനം തന്നെയാണ്. ആ വാർത്തകളുടെ ഒഴുക്കങ്ങോട്ട് തുടങ്ങുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് ആരംഭിക്കും. അവിടെ മുതൽ ലൈവ് റിപ്പോർട്ട്സ് 1 മണി വരെ തത്സമയ വാർത്തകൾ, തത്സമയ റിപ്പോർട്ടുകളുമായി തുടരും. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് നമ്മുടെ പുതിയ ഗവർണറുടെ സ്ഥാനാരോഹണം തന്നെയായിരിക്കും. എന്തായാലും വാർത്തകൾ അവസാനിക്കുന്നില്ല. പുത്തൻ പുലരി തൽക്കാലം ഇവിടെ വാങ്ങുകയാണ്. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്തേ.